യെസ്. സിമ്പിൾ. ഞാൻ പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആണ്. അപ്പോ നിങ്ങൾക്ക് പറ്റും ആ. നിങ്ങൾ നോക്കുക. മിസ് സ്റ്റക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. ഒന്ന് മിസ് ഫാൻ ഇട്ടണോ? ഫാൻ ഇട്ടേക്കണ ഫാനൊന്ന് ഓഫാക്കി. ഫാനില്ല, ചിലപ്പോ മുറിയുടെ പ്രശ്നമായിരിക്കും. മിസ്സേ ഇവക്കെ ഒരുപാട് ഫ്രീഡം കൊടുക്കരുത്, ഇവൾ എന്റെ തലയിൽ കയറി നിറങ്ങുന്ന സാധനം. അല്ല മിസ് എന്നാ പറഞ്ഞ എന്തായാലും ഫാൻ ഇട്ടിട്ടാണ് സൗണ്ട് ആവാത്തത്. അല്ല, നല്ല ഹൈ സ്പീഡിൽ ഫാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതാവുമ്പോഴേ ഒരു ഇതുണ്ടാവുമല്ലോ, സൗണ്ടിന്റെ ഒരു പാരല പ്രശ്നം തെറ്റ് വരും. മിസ്സിന്റെ ഇല്ല. ഓക്കെ, അത് നോക്കിക്കോളൂ. നമ്മുടെ മൈ ബോഡി എന്നുള്ള ഒരു പാർട്സ് ആണ്, മൈ ബോഡി എന്നുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുമ്പോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന്റെ എന്താണ് പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. നമ്മൾ പറഞ്ഞോട്ടെ അസംബ്ലി പ്ലാനിൽ 3 സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാ, ഒന്നും മറന്നില്ലല്ലോ. 3 സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് എന്താ, നമ്മുടെ നെയിം ഓഫ് ദി സ്കൂള്, നെയിം ഓഫ് ദി ടീച്ചർ, സബ്ജക്ട്, ടോപ്പിക്, ടീച്ചിങ് എയ്ഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ടീച്ചിങ് എയ്ഡ്സ് അതിൽ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ടോപ്പിക് വരെ അവിടെ കൊടുക്കുക. ഇത് നെയിം ഓഫ് ദ സ്കൂള്, നെയിം ഓഫ് ദ ടീച്ചർ, ക്ലാസ്, സബ്ജക്ട്, ടോപ്പിക്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റത്തെ കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പയ്യെ പറയണേ മിസ്സേ, ഒന്ന് പയ്യെ സ്ലോ. സ്പീഡ് കുറച്ചിട്ട് പയ്യെന്ന് പറഞ്ഞ സൗണ്ട് കുറക്കാനാ മിസ് വിചാരിക്കുക. നീ ഒന്നും മിണ്ടാതിരിക്കാവോ? ഫസ്റ്റ് നെയിം ഓഫ് ദി സ്കൂള്, സ്കൂള്, നെയിം ഓഫ് ദി ടീച്ചർ, നെയിം ഓഫ് ദി ടീച്ചർ, പിന്നെ സബ്ജക്ട്, ടോപ്പിക്. അല്ല മിസ്, സ്കൂൾ ഏതാ നമ്മൾ കൊടുക്കേണ്ടത്? ഓൺലൈൻ സ്കൂള് കൊടുക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്കൂള് നിങ്ങളിപ്പോ ഓഫ്ലൈൻ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഓൺലൈൻ ആണെങ്കിൽ ഇപ്പൊ അവിടെ ബ്ലാങ്ക് ആയി വിട്ടേ പറഞ്ഞിട്ട്. ഇപ്പുറത്തെ സൈഡില് കൊടുക്കുക ടൈം 45 മിനിറ്റ്സോ, അത് പിന്നെ ഫില്ല് ചെയ്താൽ മതി. ടൈം ജസ്റ്റ് അതിന്റെ അടിയിൽ തന്നെ അല്ലേ കൊടുക്കേണ്ട ടൈം? കൊടുത്താലും മതി, അതിന്റെ ഇപ്പുറത്തെ സൈഡിലായാലും കൊടുത്താലും മതി. നമ്മൾ ടൈം സമയം സ്പേസ് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേജൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സ്പേസ് എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെ കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ അതിന്റെ ടൈം അടിയിൽ കൊടുത്താലും മതി. ടൈം എന്ന് പറഞ്ഞിട്ട് സമയം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ തന്നെ കൊടുത്താൽ മതി. ടൈം, ടോപ്പിക് കഴിഞ്ഞിട്ട് ടൈം. ഓക്കെ, ഇത്രയും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങള് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്ട് നമ്മളിപ്പോ പറയാൻ പോകുന്നത് EVS ആണ്. EVS അതില് മൈ ബോഡി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ബോഡി പറയുന്ന മൈ ബോഡി എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്, എടുക്കുന്നത്. അപ്പോ അതില് നമ്മൾ ഫസ്റ്റ് എന്താണ് നമ്മൾ ഹെഡിങ് കൊടുക്കുക. നിങ്ങളിപ്പോ നിങ്ങളുടെ TM നിങ്ങൾക്ക് അയച്ചു തന്ന TMലൊക്കെ നിങ്ങൾ കുറെ വായിച്ചു നോക്കിയിട്ടുണ്ടാവും. അത് ഫസ്റ്റ് എന്താ നമ്മൾ കൊടുക്കുക, നിങ്ങൾ പറഞ്ഞു ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടാ കൊടുക്കുക, ലക്ഷ്യം, എയിംസ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് കൊടുത്താലും മതി. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇപ്പൊ ഷോർട്ട് ആക്കി നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. അപ്പൊ അതിൽ നമ്മൾ മൈ ബോഡി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ EVS നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണ് ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്കൂൾ. ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ നമ്മുടെ സ്കൂളില് എന്ത് ചെയ്യാണ്, കുട്ടീനോട് പറയാണ് അനിതാസ് സ്കൂൾ ആൻഡ് മൈ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അനിതാസ് സ്കൂൾ ആൻഡ് മൈ ബോഡി, അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അതിൽ ഏറ്റവും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൈ ബോഡി ആയതുകൊണ്ടാണ് ഞാൻ മൈ ബോഡി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ അനിതാസ് സ്കൂൾ ആൻഡ് മൈ, ഇതാണ് നമ്മുടെ ടോപ്പിക് ശരിക്കും വരിക, നമ്മുടെ ചാപ്റ്റർ നെയിം അതാണ് വരുന്നത് കേട്ടോ. LKG ആണിത്, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് LKG ആണ്. ഒബ്ജക്റ്റീവില് നമ്മൾ ചാപ്റ്റർ നെയിം എഴുതണോ, അഥവാ നമുക്ക് ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഈ മോഡ്യൂളിൽ ഓരോ ടോപ്പിക്കിന്റെ പേര് അത് എഴുതണോ ഒബ്ജക്റ്റീവില്? അതായത് നമ്മൾ മാത്രം എഴുതിയാൽ മതിയോ? ഇതിൽ നമ്മൾ ക്ലാസ്സിൽ LKG കൊടുക്കുക, സബ്ജക്ട് EVS ടോപ്പിക്കിൽ ഏതാണോ. അപ്പൊ ഇതിൽ LKGയിൽ ഒരു ചാപ്റ്റർ നെയിമാണ്. പാഠത്തിന്റെ പേര് എഴുതണോ ഞാൻ ചോദിച്ചു. നമ്മൾ എടുക്കുന്ന നമ്മള് ചാപ്റ്ററിന്റെ നെയിം എഴുതൂല, ഒബ്ജക്റ്റീവില് നമ്മൾ ചാപ്റ്ററിന്റെ നെയിം എഴുതൂല, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതുക. ഒബ്ജക്റ്റീവില് നമ്മൾ എഴുതുന്നില്ല, നമ്മൾ പറഞ്ഞ് ആ ചാപ്റ്ററിലേക്ക് എത്തുകയാണ് ചെയ്യുക, അതിന്റെ ടോപ്പിക്കിലേക്ക്, അതിന്റെ ആശയത്തിലേക്ക്, അതിന്റെ തീമിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക. കുട്ടികളെ അവിടേക്ക് എത്തിക്കുകയാണ് ചെയ്യുക.
എന്താണോ നമ്മളുടെ ടോപ്പിക് അതിലേക്ക് നമ്മൾ പറയാതെ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് നമ്മൾ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ LKG ഒരു ചാപ്റ്റർ നെയിമാണ് അനിത സ്കൂൾ ആൻഡ് മൈ ബോഡി. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും. LKG ഒരു ചാപ്റ്റർ നെയിമാണ് അനിത സ്കൂൾ ആൻഡ് മൈ ബോഡി. ഏത് സിലബസ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതാണ് കേരള സിലബസ് ആണോ CBSE ആണോ എന്ന് അറിയില്ല. അപ്പൊ നോക്കുക, ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്കൂൾ. ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്കൂൾ. ടു എനേബിൾ സ്റ്റുഡൻസ് ടു ഐഡന്റിഫൈ ദെയർ ബോഡി പാർട്സ്. അപ്പോൾ അവരുടെ സ്കൂള് ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ ബോഡി പാർട്സ് അല്ലെ, അവരുടെ ബോഡി പാർട്സ് അവർക്കറിയാലോ. ലെഗ് അല്ലെ, പിന്നെ ഹാൻഡ്, ഹെഡ്, ഐസ്, ഇയേഴ്സ്, നോസ് അല്ലെ, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ബോഡി പാർട്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബോഡി പാർട്സ് എന്ത് ചെയ്യുക, അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു നോ ഡിഫറെന്റ് ഫങ്ഷൻ ഓഫ് അവർ ബോഡി പാർട്സ്. ഓരോരോ പോയിന്റ് അല്ലെങ്കിൽ 1, 2, 3 അങ്ങനെ എഴുതണോ? താഴെ എഴുതുക, പോയിന്റ് ആക്കിയിട്ട് എഴുതുക. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ താഴെ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഒബ്ജക്റ്റീവ് എന്നല്ലല്ലോ പറഞ്ഞത്, ഒബ്ജക്റ്റീവ്സ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ, ഈ ഒരു ലെസൺ പ്ലാനിലൂടെ നമ്മളെ ഉദ്ദേശം അതാണ്. അപ്പോ ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്കൂൾ. NS ഗ്ലോബലിന്റെ അതിനകത്ത് 5 പോയിന്റ്സ് എഴുതാൻ വേണ്ടി നമ്പർ ഇട്ടിരിക്കുന്നത് 1, 2, 3, 4, 5 വരെ. അങ്ങനെ തന്നെ എഴുതിയാ മതി. 1, 2, 3 അങ്ങനെ 5 വരെ ഇട്ട് എഴുതിയാലും പോരെ? അങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് മാത്രല്ലേ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാൽ അത് കൂടി നമ്മൾ പഠിപ്പിച്ചത് 2 എണ്ണം ഉള്ളെങ്കിൽ ആ 2 എണ്ണം എഴുതുക. അത്ര മതി. മൊത്തം അപ്പോ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്കൂൾ. ടു എനേബിൾ സ്റ്റുഡൻസ് ടു ഐഡന്റിഫൈ ദെയർ ബോഡി പാർട്സ്. ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു നോ ഡിഫറെന്റ് ഫങ്ഷൻ ഓഫ് അവർ ബോഡി പാർട്സ്. ഏതൊരു ഉപയോഗിക്കാലോ ടു എനേബിൾ സ്റ്റുഡൻസ് ഇല്ലേ? അതൊരു കോമൺ ഇതാണ്. അങ്ങനെ ഉപയോഗിക്കാം, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അപ്പൊ ഇനി നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഇല്ലേ? അതെ അതെ അതെ. അങ്ങനെ ഇപ്പൊ ഇനി നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്താന്നുള്ളത് മനസ്സിലായല്ലോ, നമ്മുടെ ലക്ഷ്യം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി, എന്താന്നുള്ളത് മനസ്സിലായി. ഇനി കണ്ടന്റ് ആണ്. കണ്ടന്റ് അടുത്തത് കണ്ടന്റില് അനിത സ്കൂൾ, അനിതയുടെ സ്കൂള്, അനിതാസ് ക്ലാസ് ടീച്ചർ, അനിതാസ് ഫ്രണ്ട്. ഓക്കെ, പിന്നെ ഹെഡ് അത് താഴെ എഴുതാ കേട്ടോ. ഹെഡ് ഇതൊക്കെ ഇങ്ങനെ കോമട്ടിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ പറഞ്ഞതൊക്കെ താഴെ എഴുതാ. അനിതാസ് സ്കൂള്, അനിതാസ് ക്ലാസ് ടീച്ചർ, അനിതാസ് ഫ്രണ്ട്. പിന്നെ താഴെ ഹെഡ്, ഐ, ഇയർ, നോസ്, മൗത്ത്, നമ്മുടെ ബോഡി പാർട്സ് മൊത്തം. ഇയർ, നോസ്, മൗത്ത്, ലെഗ്, ആൻഡ് നീ. ആൻഡ് ഏതൊക്കെ ബോഡി പാർട്സ് ഉണ്ടോ അതൊക്കെ എഴുതുക അവിടെ. നമ്മുടെ ഏതൊക്കെ ബോഡി പാർട്സ് ഉണ്ടോ അതൊക്കെ അവിടെ എഴുതുക. ഹെഡ്, ഐ, ഇയർ, നോസ്, മൗത്ത്, ലെഗ്, ഫിംഗർ ആൻഡ് നീ. ഓക്കെ, ഇതൊക്കെ നമുക്ക് കൊടുക്കുക അവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഇതൊക്കെ നമ്മളവിടെ പഠിക്കുന്നത്. അനിതയുടെ സ്കൂള്, അനിതയുടെ ക്ലാസ് ടീച്ചറെ പറ്റിയിട്ട്, അനിതയുടെ ഫ്രണ്ടിനെ പറ്റി, പിന്നെ ബോഡി പാർട്സിനെ പറ്റി. അതാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. EVS ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ അതാണ്. ഇനി നമ്മളവിടെ ഉപയോഗിക്കുന്നത് ടീച്ചിങ് എയ്ഡ്സ്. ടീച്ചിങ് എയ്ഡ്സിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? പിക്ചേഴ്സ് ഉപയോഗിക്കാം. ബോഡി പാർട്സിന്റെ ഒരാളുടെ ഒരു നമ്മുടെ എന്താ പറയാ ഒരു അസ്ഥികൂടം എന്ന് നമ്മൾ പറയില്ലേ, അപ്പൊ അതുപോലെ അങ്ങനെ നമ്മൾ വരച്ചിട്ട് ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ ഒരു രൂപം അങ്ങനെ വരച്ചിട്ട് അതിൽ ഓരോ പാർട്സും എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, അതിനെ നേരെ എഴുതിയിട്ടുള്ളത് കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാം. സ്കെൽട്ടൺ പോലെ നമുക്ക് എന്ത് ചെയ്യും, ഒരു പിക്ചർ കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ രൂപം കിട്ടണമെങ്കിൽ അങ്ങനെ അല്ലെ. ഇപ്പൊ ഒക്കെ നമുക്ക് പിന്നെ എന്താ പറയാ, സയൻസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടമാണ് അല്ലെ, എന്തും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അത് അതുപോലെ സാധനങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. എന്തുകൊണ്ടെങ്കിലൊക്കെ തെർമോക്കോളോണ്ടൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാലോ, അങ്ങനെയൊക്കെ ചെയ്യാം. തെർമോക്കോളോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മനുഷ്യന്റെ ബോഡി മൊത്തത്തിലാക്കിയിട്ട് അതിലുള്ള എല്ലാ പാർട്സും നമുക്ക് അതിൽ തന്നെ കളർഫുൾ ആയിട്ട് അടയാളപ്പെടുത്തി അല്ലെ, അതിലുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ പിക്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, വേറെ എന്താ നമ്മൾ കൊടുക്കുക, കട്ട്ഔട്ട് കൊടുക്കാം. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് കൊടുക്കാം. നമുക്ക് നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മുടെ
ബോഡി പാർട്സിന്റെ പിക്ചേഴ്സോ അല്ലെങ്കിൽ അതിന്റെ ഉണ്ടാക്കിയത് ഇപ്പൊ ഐ ആണെങ്കിൽ അത് ആ സിംഗിൾ മോഡൽ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയാ നോസ് ആണെങ്കിൽ കണ്ണ് അതേപോലെ മാത്രമുള്ളത്, മൂക്ക് മാത്രമുള്ളത്, അങ്ങനെ. അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം അല്ലെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ടീച്ചിങ് എയ്ഡ്സിൽ. അപ്പൊ പിക്ചേഴ്സ്, പിന്നെ സ്കെൽട്ടൺ പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ സെപ്പറേറ്റ്. പിക്ചേഴ്സ് ഓഫ് ബോഡി പാർട്സ് സ്പെസിഫിക് ആയിട്ട് ജസ്റ്റ് കട്ട്ഔട്ട്സ്, പ്ലക്കാർഡ്സ് അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുതുമ്പോ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ആ നിങ്ങൾ എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. തോന്നുന്നുണ്ട്. നമ്മളിപ്പോ പറയുമ്പോ നമ്മളിപ്പോ ഒരേപോലത്തെ സാധനം പറയുമ്പോ നമ്മൾ അവിടെ ഇങ്ങനെ കണ്ട് കുത്തുമല്ലോ. ഇത് മോള് തന്നെയാണ് ഇതെന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ഞാനൊന്ന് ചുരുക്കിയതാണത്. മൊത്തത്തിൽ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ പറയുമ്പോ എന്ത് ചെയ്യണം, അതവിടെ എഴുതണം മൊത്തത്തില്. ബോഡി പാർട്സ്, പിക്ചേഴ്സ് ഓഫ്, അല്ലെങ്കിൽ പിക്ചേഴ്സ് ഓഫ് ബോഡി പാർട്സ്, അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ സിംഗിൾ പിക്ചേഴ്സ് ഓഫ് ബോഡി പാർട്സ്, പിക്ചേഴ്സ് ഓഫ് ബോഡി പാർട്സ്. പിന്നെ നമ്മുടെ പിക്ചേഴ്സ് അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസിൽ എന്താ പറയാ മോഡൽസ്, വർക്കിംഗ് മോഡൽസ് ഓഫ് ബോഡി പാർട്സ് അല്ലെ. മോഡൽ ഉണ്ടാക്കാലോ നമുക്ക്, എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. വേറെ ഡൗട്ട് ചോദിക്കട്ടെ മിസ്സേ, നമ്മൾ ഈ സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ കുറച്ച് ചെയ്യത്തില്ലേ, അപ്പം അതിന് ആ ഒരു ടീച്ചിങ് എന്ത് പേര് പറയും? ഓഡിയോ എല്ലാം പറയും, വീഡിയോ വിഷ്വൽസോ? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്, വീഡിയോ വിഷ്വൽ എയ്ഡ്സ്. പാട്ട് പോലത്തെ ആണെങ്കിൽ ഓഡിയോ, അങ്ങനല്ലേ? അല്ല, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓഡിയോയും ഉണ്ട്, ശബ്ദവും ഉണ്ട്, വിഷ്വലും ഉണ്ടല്ലോ അവിടെ. ഓഡിയോ വിഷ്വൽ കാണാൻ വീഡിയോ വിഷ്വൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, വീഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓക്കെ, അങ്ങനെ. അല്ലാത്തവർക്കാണെങ്കിൽ റൈംസും സ്റ്റോറീസും ഒക്കെ അതും പറ്റൂല. LKG ഒക്കെ ആണെങ്കിൽ റൈംസ്, സ്റ്റോറീസ് ഒക്കെ ബോഡി പാർട്സിന്റെ ഞാൻ കുറെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മിസ് ചെയ്യാൻ എന്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. എക്കണോമിക്സ് എനിക്ക് തന്നേക്കുന്നേ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അത് മനസ്സിലായി. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, കണ്ടന്റ് പറഞ്ഞു, ടീച്ചിങ് എയ്ഡ്സ് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എന്താ, നിങ്ങളുടെ നിങ്ങളെ കയ്യിലുണ്ടല്ലോ സാധനം പ്രിന്റ്. അടുത്ത ഇതിലെന്താ, ഞാൻ എന്റെ ഫോണിൽ നോക്കണേക്കാട്ടും നല്ല നിങ്ങളതിലുള്ളതല്ലേ. അടുത്ത ടോപ്പിക് എന്താ? പിന്നത്തത് പ്രീവിയസ് നോളജോ അങ്ങനെ എന്തോന്നാണ്. ഞങ്ങൾ എടുക്കാം. പ്രീവിയസ് നോളജ് ആണ്. പ്രീവിയസ് നോളജ് ആണ് 1 to 5 വരെ പോയിന്റ് ചെയ്താന്. പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പ്രീവിയസ് നോളജ് കൊടുക്കും. ഈ പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുക്കുകയാണ്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ബോഡി പാർട്സ് ആണ്. അപ്പൊ ഈ ബോഡി പാർട്സ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് കുട്ടികൾക്ക് അറിയാം. കുട്ടികളുടെ ശരീരത്തിലുള്ള ഒരു സാധനമാണ്. അപ്പൊ പ്രീവിയസ് നോളജ് എന്ന് പറയുമ്പോൾ ഈ ബോഡി പാർട്സിനെ കുറിച്ച്, ഇതിന്റെ ഇപ്പം മൂക്ക്, നമ്മൾ നോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് നോസ്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഇയേഴ്സ്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഐസ് അല്ലെ, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ലെഗ്സ്. അങ്ങനെ ഓരോന്നിന്റെയും ഫങ്ഷൻസ് കുട്ടിക്ക് അറിയാം, ഓൾറെഡി അറിയാം അല്ലെ. അപ്പൊ കുട്ടിയുടെ ആ പ്രീവിയസ് നോളേജ് അല്ലെ, നമ്മൾ പിന്നെ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എന്താ പറയാ ബോഡി പാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് എന്താ പറയാ സെൻസ് ഓർഗൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, ഏത് പാർട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നടക്കാനായിട്ട് നമ്മൾ ഏതാ, ചെറിയ കുട്ടിയല്ലേ, നമുക്ക് അറിയുന്ന പോലെ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പോ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കാണാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, അല്ലെ സംസാരിക്കാനായിട്ട് നമ്മൾ എന്താണ് സഹായിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പ്രീവിയസ് നോളജ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവരെ കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയിപ്പിക്കുകയും അല്ലെ, കുട്ടീനെ കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പിക്ചർ കാണിച്ചു കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നല്ല സ്മെല്ലുള്ള മുല്ലപ്പൂവോ അങ്ങനെ എന്തെങ്കിലും ഫ്ലവേഴ്സ് കുട്ടീനെ മണപ്പിച്ചു കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? മണപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓരോ ഡിഫറെന്റ് കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ആണിത്. കുട്ടിക്ക് മനസ്സിലാവാണ്, കേൾക്കുന്നു അല്ലെ, ഒരു പിക്ചർ കുട്ടി കാണുന്നു, സ്മെല്ല് ചെയ്യുന്നു, ഒരു ഫ്ലവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വസ്തു സ്മെല്ല് ചെയ്യുന്നു. ഇതൊക്കെ കുട്ടിക്ക് എന്ത് ചെയ്യാം, അറിയാം അല്ലെ. അതാണ് പറയുന്നത്.
അപ്പൊ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കാം. കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യും, കുട്ടിക്ക് അവിടെ എന്ത് ചെയ്യാണ് അറിയാം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, കുട്ടിയുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യാണ്. നമ്മൾ ആദ്യം നേരെ പോയിട്ട് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇന്ന ഭാഗമാണ് ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ നേരെ അങ്ങോട്ട് ചാടുകയല്ല. കുട്ടിക്ക് അറിയരുത് നമ്മൾ ഇതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ് കുട്ടീനെ എവിടേക്ക് എത്തിക്കണം, ഈ ടോപ്പിക്കിലേക്ക് എത്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നേരെ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബോഡി പാർട്സ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഏതൊക്കെ ബോഡി പാർട്സ് ഉണ്ട് അങ്ങനെയല്ല നമ്മൾ ചോദിക്കുക. കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യുക, ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുത്ത്, അല്ലെ ഒരു പിക്ചർ കാണിച്ചു കൊടുത്ത്, ഒരു സ്മെല്ലുള്ള ഫ്ലവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് മണപ്പിച്ചു കൊടുത്ത്, അല്ലെ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ വേറെന്താ പറയാ, എന്തെങ്കിലും ഒന്ന് വായിപ്പിച്ച്, അല്ലെ എന്തെങ്കിലും ഒരു അക്ഷരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടീനെ കൊണ്ട് ഒന്ന് വായിപ്പിച്ച്, അല്ലെ ഒരു പാവക്കുട്ടി എടുത്തിട്ടേ നല്ലൊരു എല്ലാം ഉള്ള പാവക്കുട്ടി എടുത്തിട്ട് ജസ്റ്റ് കണ്ണ് കാണിച്ചിട്ട് എന്തുവാണ്, മൂക്ക് കാണിച്ചിട്ട് എന്തുവാണ്, കുട്ടി എന്തൊക്കെയാണ് അത് അങ്ങനെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ബോഡി പാർട്സ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. ഒരു സ്കെൽട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഒരു മോഡൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാം അവൈലബിൾ ആണല്ലോ, ബോഡി പാർട്സ് ഒക്കെ കാണിക്കാൻ പറ്റുന്ന അങ്ങനത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡോൾസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു അതേപോലെ തന്നെ ഡോളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കാണിച്ചു കൊടുക്കാം. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്, കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ അപ്പൊ കുട്ടി നമ്മളോട് ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ അതിൽ കയറി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനിതാണല്ലോ യൂസ് ചെയ്യുന്നത്, ഇതിനിതാണല്ലോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെയൊക്കെ എന്താ പറയാ ഇമ്പോർട്ടൻസും അത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബോഡി പാർട്ടാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ പറഞ്ഞ് കുട്ടി അവിടേക്ക് എത്തി. ഓട്ടോമാറ്റിക്കലി എത്തിയില്ലേ? പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അടുത്തത് എന്താ ടോപ്പിക്, അടുത്തെന്താ വായിച്ചേ? എക്സ്പെക്ടഡ് ആൻസർ, അതായത് കുട്ടികൾ എന്തൊക്കെ പറയും എന്ന് ഉള്ളത് പറയാൻ സാധിക്കും. അതിപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, എക്സ്പെക്ടഡ് ആൻസേഴ്സ് കുട്ടികൾ എന്തൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചോദ്യം ചോദിക്കും, ആ ചോദ്യങ്ങളാണ് ഈ ലെഫ്റ്റ് കോളത്തിൽ എഴുതേണ്ടുള്ളത്. അപ്പൊ കുട്ടികൾ ഉത്തരമാണോ എഴുതേണ്ടുള്ളത്, അതാ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരമാണോ എക്സ്പെക്ടഡ് ആൻസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മള് ഓരോ കുട്ടികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളാണ് എക്സ്പെക്ടഡ് ആൻസേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കോളം വരച്ചത് കണ്ടോ? 2 കോളം വരച്ചിട്ട് 2 ഹെഡിങ്ങും കൊടുത്തു. ഏതാണ് ഫസ്റ്റത്തെ ഹെഡിങ് ഒന്ന് വായിച്ചേ? SL നമ്പർ ടീച്ചേഴ്സ് പോയിന്റ്സ്, അതാണ് ടീച്ചിങ് ആക്ടിവിറ്റി ലേണിംഗ് എക്സ്പീരിയൻസ്. അതിന് മുമ്പ് അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക് എന്നൊരു സംഭവം ഉണ്ട്, അത് എഴുതണ്ടേ? മറ്റേ കണ്ടത് അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ടീച്ചിങ് എയ്ഡിൽ നമുക്ക് ഇതൊക്കെ എഴുതാട്ടോ, ബ്ലാക്ക് ബോർഡ് ഒക്കെ എഴുതാട്ടോ. ബ്ലാക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്, എല്ലാം നമുക്ക് അതിൽ എഴുതാട്ടോ. ടീച്ചിങ് എയ്ഡ്സിൽ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ് ആണ്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാതെ പറ്റൂല. വലിയ ക്ലാസ്സിലൊക്കെയാണ് ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാതിരിക്കുക. കുഞ്ഞു കുട്ടികളെ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബോർഡ് മസ്റ്റ് ആണ്. ഇപ്പൊ ബ്ലാക്ക് ബോർഡ് അല്ല, വൈറ്റ് ബോർഡ് ആണ്, എന്നാൽ പോലും അത് മസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെ കുട്ടികളോട് ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾ ഇതൊക്കെ അതിന്റെ ഉത്തരമൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് നമ്മൾ ബോർഡിൽ പോയിട്ട് എഴുതുക. കുട്ടികളോട് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചില്ലേ, ബോഡി പാർട്സിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഉള്ള ഉത്തരം പറഞ്ഞല്ലോ. അപ്പൊ കുട്ടികൾ നമ്മൾ പറഞ്ഞ റൂട്ടിലേക്ക് എത്തി, നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തി, നമ്മൾ പറഞ്ഞ ടോപ്പിക്കിലേക്ക് എത്തി. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് മൈ ബോഡി പാർട്സ് എഴുതി, നമ്മുടെ ടോപ്പിക് എഴുതി. അവിടെ നമ്മള് കുട്ടി കണ്ടില്ലേ? അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക്കിൽ ഇപ്പം ഇതിന്റെ ഈ ടോപ്പിക് അനുസരിച്ച് മൈ ബോഡി പാർട്സ് എന്ന് എഴുതിയാൽ മതി. മൈ ബോഡി പാർട്സ് എഴുതി. നിങ്ങളുടെ ടോപ്പിക് ഏതാണോ അല്ലാതെ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ബോർഡിൽ മൈ ബോഡി പാർട്സ് എഴുതി കൊടുക്കണ്ട. കുട്ടിയെ ടോപ്പിക്കിലോട്ട് എത്തിയതിനു ശേഷം മാത്രം ബോഡി പാർട്സ് ബോർഡിൽ എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ നമ്മള് അപ്പുറത്തോട്ട് പോയേ ഈ എനിക്ക് എന്റെ പിള്ളേരെല്ലാം കൂടി ഇവിടെ വന്നു. അപ്പൊ അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക്കിലാണ് പിന്നെ ബോർഡും പിന്നെ ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ എഴുതേണ്ടത്. അല്ല
അതല്ല, ടീച്ചിങ് എയ്ഡ്സിലാണ് നമ്മൾ പറഞ്ഞത്. ബ്ലാക്ക് ബോർഡ്, പിന്നെ പിക്ചേഴ്സ്, മോഡൽസ്, ഇതൊക്കെ ടീച്ചിങ് എയ്ഡ്സിലാണ്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക്. അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക് എന്ന് പറയുമ്പോൾ കുട്ടികളെ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. കുട്ടികൾ എത്തി ഇപ്പൊ ടോപ്പിക്കിലേക്ക്. നേരെ കുട്ടികളോട് നമ്മൾ പറഞ്ഞതല്ല നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ കുട്ടികളോട് നമ്മൾ അനൗൺസ്മെന്റ് ഓഫ് ദ ചോദിച്ചു ടോപ്പിക്കിൽ എന്താ എഴുതേണ്ടതെന്നാ ചോദിച്ചത്? അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാ കണ്ട എല്ലാത്തിലും. അല്ല, മൈ ബോഡി പാർട്സ്. ഇപ്പം ഇത് പറഞ്ഞ വിഷയം വെച്ച് മൈ ബോഡി വിഷയം ഏതാണ്, അതാണ് നീ അവിടെ ഉള്ളത്. മൈ ബോഡി പാർട്സ്. എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ കുട്ടീനോട് ഈ ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് നോളജ് ഒക്കെ ചെക്ക് ചെയ്ത് കുട്ടികളോട് ഇതൊക്കെ നമ്മൾ ചോദിച്ച് അവസാനം നമ്മൾ അപ്പൊ നമ്മള് കുട്ടീനെ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസേഴ്സ് അല്ലേ ഈ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടുള്ളത്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചോദിച്ചപ്പോ ആ കുട്ടി ആൻസർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് മൊത്തം ഫില്ല് ചെയ്യണം. അല്ല, ആ എക്സ്പെക്ടഡ് ആൻസർ ഉത്തരമാണ് തന്നെങ്കിൽ അത് മാറ്റി എഴുതണം. വേണ്ട, അത് എക്സ്പെക്റ്റഡ് അല്ലേ, പ്രതീക്ഷിക്കുന്ന ആൻസേഴ്സ് അല്ലേ, അതങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലേ. പിന്നെ ലേണിംഗ് ആക്ടിവിറ്റി ഇല്ല. എന്താ ലേണിംഗ് ഒന്ന് പറഞ്ഞില്ല? അടുത്ത ടോപ്പിക്ക് വിട്ടിട്ടില്ലേ നിങ്ങള്? അടുത്ത പറയാം സാർ. അടുത്ത ബോക്സ് പോലെ പ്രസന്റേഷൻ, അതില് ആദ്യത്തെ നമ്പർ ടീച്ചേഴ്സ് ആക്ടിവിറ്റിയും ലേണിംഗ് എക്സ്പീരിയൻസും മൂന്നെണ്ണം എഴുതാൻ. പ്രസന്റേഷൻ ഹെഡിങ് കൊടുത്തിട്ട് ടീച്ചേഴ്സിന്റെ പോയിന്റ് ഒന്നില്, പിന്നെ ടീച്ചേഴ്സിന്റെ ആക്ടിവിറ്റി, പിന്നെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണെന്നും. അപ്പൊ ഇതിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിവിടെ പിന്നെ എന്താ പറയാ, അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക് നമ്മൾ പറഞ്ഞു, ബോർഡിൽ പോയിട്ട് എഴുതി, നമ്മൾ കുട്ടികളോട് പറയുകയും ചെയ്തു. എന്താണ്? അപ്പൊ കുട്ടികൾ അവിടേക്ക് എത്തി അല്ലെ, കുട്ടികൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സ്മെല് ചെയ്യുന്നത് അല്ലെ, നടക്കുന്നത്, സ്മെല്ല് ചെയ്യുന്നത്, കേൾക്കുന്നത്, ഇങ്ങനെയുള്ള ഓരോ ബോഡി പാർട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ബോഡി പാർട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഈ ബോഡി പാർട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഏതൊക്കെ പാർട്സ് ആണ്, നമ്മുടെ ഏതൊക്കെ അവയവങ്ങളാണ് ഉള്ളതെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് ബോർഡിൽ പോയി എഴുതി. എന്നിട്ട് നമ്മൾ അത് പറയുകയും ചെയ്തു. അപ്പൊ അതവിടെ അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക് കഴിഞ്ഞു. അടുത്തതാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഏതാ? അടുത്തതാണ് 3 കോളമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതാ ഫസ്റ്റത്തത്? ടീച്ചേഴ്സ് പോയിന്റും ടീച്ചേഴ്സ് ആക്ടിവിറ്റി. ടീച്ചേഴ്സ് പോയിന്റ് ഫസ്റ്റില്, ടീച്ചേഴ്സ് പോയിന്റ്, ടീച്ചേഴ്സ് ആക്ടിവിറ്റി, ലേണിംഗ് എക്സ്പീരിയൻസ്, ഇങ്ങനെയാണ് 3 കോളം. ടീച്ചേഴ്സ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എന്തിനെ കുറിച്ച്? ബോഡി പാർട്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. അതിൽ നമുക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിക്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ വിഷ്വൽ ആവാം, അല്ലെങ്കിൽ മോഡൽസ് ആവാം, അല്ലെങ്കിൽ സോങ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ആവാം. എങ്ങനെയും നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളിലേക്ക് അത് എത്തിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പുറത്തുള്ള കോളത്തില് ടീച്ചേഴ്സ് ആക്ടിവിറ്റി അല്ലെ, നമ്മൾ കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി പാട്ട് പാടാം അല്ലെ, അതൊരു ടീച്ചേഴ്സ് ആക്ടിവിറ്റി അല്ലേ. പാട്ട് പാടി കൊടുക്കാം അല്ലെ. ഗെയിംസ് അത് ടീച്ചേഴ്സ് ആക്ടിവിറ്റിയാണ്. കളികളിലൂടെ നമുക്ക് ബോഡി പാർട്സ് പറഞ്ഞു കൊടുക്കാം അല്ലെ, കഥയിലൂടെ പറഞ്ഞു കൊടുക്കാം അല്ലെ. അങ്ങനെയുള്ള പല തരത്തില് നമുക്ക് ചെയ്യാം, കുട്ടികളെ എത്തിക്കാം. അതാണ് ഈ ടീച്ചേഴ്സ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ. മനസ്സിലായോ? ഇപ്പുറത്തെ കോളത്തിൽ ഈ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുട്ടിക്ക് നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് ഓരോ കുട്ടികളുടെയും പഠനത്തിന്റെ ആ പുരോഗതി എങ്ങനെയാണ്, കുട്ടികൾ അതെങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് എന്നുള്ളതാണ് ലേണിംഗ് എക്സ്പീരിയൻസ്. കുട്ടി പഠിച്ചപ്പോ കുട്ടിയുടെ അതിനോടുള്ള പ്രതികരണം എന്താണ്, അതാണ് ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ എന്തൊക്കെ നമ്മളോട് പറഞ്ഞു, എന്തൊക്കെയായിരുന്നു കുട്ടികളുടെ റെസ്പോൺസ്, എന്തൊക്കെയായിരുന്നു കുട്ടികളുടെ മറുപടി. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുക, ഇന്ന കുട്ടി ഇന്നത് പറഞ്ഞു, ഇന്ന കുട്ടി ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറഞ്ഞു വെച്ചാൽ അത് അവിടെ കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് ക്ലിയർ? ക്ലിയർ. ഏകദേശം ഒരു ധാരണ കിട്ടണ്ടോ? കിട്ടി. ഇനി അടുത്തത് ഏതാ? ഇനിയും വേറെ കുറെ ടോപ്പിക് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ വേറെ ടോപ്പിക് എടുക്കാം. അല്ല, പിന്നെ റീക്യാപിറ്റുലേഷൻ, പിന്നെ ഹോംവർക്ക്, ലേണിംഗ് ഔട്ട്കംസ്, പിന്നെ ഡേറ്റും സൂപ്പർവിഷനും സജഷന്, സ്റ്റുഡന്റ് സിഗ്നേച്ചറും, അങ്ങനെയൊക്കെ. അത് നമുക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ ലേണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തു, ലേണിംഗ് എക്സ്പീരിയൻസ്, കുട്ടികളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടി അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് എന്ത് ചെയ്യാം, എന്താ പറയാ, കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം. ലേണിംഗ് ആക്ടിവിറ്റി, ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ടീച്ചേഴ്സ് ആക്ടിവിറ്റി കൊടുത്തു, ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുത്തു. ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ അവിടെ ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന ടോപ്പിക് ഏതാന്നാ പറഞ്ഞ അവിടെ കൊടുത്തത്? നിങ്ങളെ ഏതാ കൊടുത്തേ?
ആ പേപ്പർ എടുത്ത് മുന്നിൽ വെക്കണേ, ഞാൻ ചോദിക്കുമ്പോ പറയണം. ആ അടുത്ത ടോപ്പിക് ഏതാ നിങ്ങളതിൽ കൊടുത്തിട്ടുള്ളത്? റീക്യാപിറ്റലേഷൻ അങ്ങനെ തോന്നാണ്. അത്ര ക്ലിയർ അടുത്തത് ആണെന്നുള്ളൂ. പറ. പിന്നെ നെക്സ്റ്റ് അടുത്തത് പറ. ഹോംവർക്ക്. ആ ഹോംവർക്ക് ഹോംവർക്ക് ലാസ്റ്റ് പിന്നെ ആണ് ഈ ഹോംവർക്ക്. മലയാളത്തിലാണെങ്കിൽ തുടർ പ്രവർത്തനം എന്ന് പറയും. തുടർ പ്രവർത്തനം പിന്നെ അതന്നെ എന്ന് പറയും. ലാസ്റ്റ് അല്ല, അതിന്റെ അടിയിൽ വേറെ ഒന്ന് ലേണിംഗ് ഔട്ട്കംസും ഉണ്ട്. ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ലഭിച്ചു, കുട്ടി ഇതിലൂടെ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് അവിടെ കൊടുക്കാം. കുട്ടീനെ നമ്മൾ എന്താണ് പഠിപ്പിച്ചത്, കുട്ടി എന്ത് മനസ്സിലാക്കി എന്നുള്ള കാര്യം നമ്മൾ അവിടെ കൊടുക്കുക. ഹോംവർക്കിൽ എന്താണ് ഇതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു വർക്ക് കുട്ടിക്ക് കൊടുക്കുക. വേണമെങ്കിൽ ബോഡി പാർട്സിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടി കൊടുക്കാം, അല്ലെ? ബോഡി പാർട്സ് പിക്ചേഴ്സ്, അല്ലെങ്കിൽ ബോഡി പാർട്സ് ബോഡി വരച്ചിട്ട് പിക്ചർ ആ പാർട്സ് എന്ത് ചെയ്യാം അടയാളപ്പെടുത്തിയിട്ട് അതിന്റെ പേര് കൊടുക്കാൻ പറയാം, അനൊക്കെ പറയാം. അങ്ങനെയുള്ള ഇതൊക്കെ പറയാലോ. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ബോഡി പാർട്സ് വരയ്ക്കാൻ പറയാം. കുട്ടികൾ വരയ്ക്കൂല, കുഞ്ഞു കുട്ടികളെ അവർക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, ആരെങ്കിലും ഒക്കെ സഹായത്തോട് കൂടിയാവും വരയ്ക്കുക, അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെ? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹോംവർക്കിൽ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ലേണിംഗ് ഔട്ട്കംസ് കുട്ടി പഠിച്ചിട്ട് കുട്ടി അതിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയ കാര്യങ്ങൾ, കുട്ടി എന്തൊക്കെയാണ് കുട്ടിയുടെ റെസ്പോൺസിലൂടെ നമുക്ക് മനസ്സിലായത്, കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്, എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിപ്പിച്ചതിലൂടെ കിട്ടിയത് എന്നുള്ളതാണ് ഈ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ബോഡി പാർട്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു ടോപ്പിക് ഞാൻ പറയാം, എന്റെ കയ്യിലുള്ളത് ഞാൻ തയ്യാറാക്കിയത് നോക്കാം. ഇനി നമ്മൾ പറയുന്നത് LKG തന്നെയാണ്. LKG സെക്ഷൻ EVS തന്നെയാണ്. ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ് അല്ലെങ്കിൽ ഇൻ ഹോം. ഫാമിലി ഏതിലാ പെടുക? EVS ആണോ GK ആണോ? ഏത് ഫാമിലി EVS അല്ലേ? ഫാമിലി GK അല്ലേ വരിക? ഫാമിലി GK ലാണ്. ഓക്കെ. ഇതില് ആനിമൽസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആനിമൽസ് ആവാം, അല്ലെങ്കിൽ ആനിമൽസ് ഇൻ ഹോംസ് ആവാം, അല്ലെ? അതൊക്കെ ആവാം. വീട്ടിലുള്ള ആനിമൽസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആനിമൽസ് എങ്ങനെയും ടോപ്പിക് വരാം. LKG തന്നെയാണ്, EVS തന്നെയാണ് സബ്ജക്ട്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തതാണ്. സെയിം ആണ് കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആണ്. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ടീച്ചർ, സ്കൂള്, അതൊക്കെ ക്ലാസ്, സബ്ജക്ട്, പിന്നെ ടോപ്പിക് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ആനിമൽസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആനിമൽസ് എങ്ങനെയും ആവാം. പിന്നെ ഇത് ടൈം അത്രയും കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് ടോപ്പിക് ഒബ്ജക്റ്റീവ്സ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഡൗട്ട്, നമ്മൾ പിന്നെ അതിനകത്ത് ടൈം എഴുതുമ്പം ഇപ്പോഴാണെങ്കിൽ ഓക്കെ നമുക്ക് ഈവനിങ് ടൈം എഴുതാം, പക്ഷെ നമുക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഈവനിങ് ടൈം എഴുതാൻ പറ്റൂലല്ലോ. ടൈം എന്ന് പറയുന്നത് നമ്മുടെ എത്ര മിനിറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണടാ. അല്ല, അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഈ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കൂൾ അഥവാ നമ്മൾ പോയിക്കാണ്, നേരിട്ട് പോകണം, നമ്മൾ ഓൺലൈൻ ആണോ പഠിച്ച ഓഫ്ലൈൻ ആണോ പഠിപ്പിച്ചെന്നൊക്കെ ഒരു തിരിച്ചറിയൂല ഈ ടൈം കാണുമ്പോ. അതിന്റെ ഒരു ഡൗട്ടാട്ടോ. ടൈം കാണുമ്പോ ആര് തിരിച്ചറിയും? ഈ നമ്മള് നമ്മളേലൊക്കെ നമ്മളിപ്പോ കൊടുക്കേണ്ടി എനിക്കൊക്കെ കിട്ടിയത് ഈവനിങ് 5 o'clock കിട്ടിയത് ഇവിടുത്തെ. ആ ടൈം എഴുതിക്കുകയാണെങ്കിൽ ആ ടൈമിന് സ്കൂൾ ഉണ്ടാവില്ലല്ലോ. അതെന്റെ ചോദ്യം. അത് നിങ്ങൾ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. അതൊക്കെ ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അത് നിങ്ങൾ പെൻസിൽ കൊണ്ട് ഒന്ന് അവിടെ മാർക്ക് ചെയ്തൊക്കെ, നമ്മളൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ള അവിടെ പെൻസിൽ കൊണ്ട് ചെയ്ത് വെക്കും. ഡേറ്റ് കൊടുത്തിടും, ഡേറ്റ് മറക്കാൻ പറ്റില്ല. അപ്പൊ ആ ഡേറ്റ് അവിടെ കൊടുത്തിടും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ളതൊക്കെ പെൻസിൽ കൊണ്ട് ചെയ്ത്, റെക്കോർഡ് ആകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ അത് നമുക്ക് വെട്ടും തിരുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ക്യാഷും പിന്നെയും ചെലവാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അതൊക്കെ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ പെൻസിൽ കൊണ്ട് ഒന്ന് അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മള് ഒരു എന്താ പറയാ ഇതാക്കി എടുക്കലുണ്ടല്ലോ, ഒരു റിപ്പോളിഷ് ചെയ്ത് എടുക്കാനുള്ള ആ സമയത്തൊന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ? പറ. മിസ്, ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് ചെയ്യണേ. അപ്പൊ ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ പ്രിൻസിപ്പള് പറഞ്ഞു എന്നും ഡെയിലി നമ്മള് ലെസൺ പ്ലാൻ ഉണ്ടാക്കി സൈൻ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ ചെയ്ത് തരൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്? അത് ക്ലാസ് എടുക്കുമ്പോ ഞാൻ അതൊക്കെ പറഞ്ഞതാ. ഇതിന് മുന്നേ പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ലെസൺ പ്ലാന്
ആദ്യം തയ്യാറാക്കി അവിടെ കൊണ്ടുപോയി സൈൻ ചെയ്ത് ടീച്ചിങ് എയ്ഡ്സ് കാണിച്ച് അതിലും സൈൻ മേടിച്ചിട്ടാണ് നമ്മളൊക്കെ ക്ലാസ് പോവുക. ക്ലാസ് അപ്പൊ പല ഞാൻ പറഞ്ഞായിരുന്നു, എടാ നമ്മൾ ഉം. ടീച്ചർമാർ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു. ചില സ്കൂളുകാർ ഞങ്ങളടുത്ത് പറഞ്ഞു, ചില സ്കൂളുകാർ ആദ്യമേ അത് ചോദിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മോഡൽസ് ഷാന മിസ് ഇട്ടെന്നല്ലേ, അത് ഓൺലൈനിൽ ഉള്ളവർക്ക് മാത്രം മോഡൽ ഇട്ട് തന്നിട്ടുള്ളൂ. നമുക്ക് തന്നേക്കണ ഇത് ഈ ഒരു ഷീറ്റില്ലേ, എന്റെ കയ്യിൽ നുസ്രത്ത് മാമിന്റെ ആ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അത് സംഭവം എന്താണെന്നറിയാം മിസ്സേ, ഞങ്ങൾ ഓൺലൈൻകാർക്ക് വേണ്ടി വേറൊരു ഗ്രൂപ്പ് തുടങ്ങി. അതിനകത്ത് ഓൺലൈൻകാർ മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്താ ഇട്ട്, അതുകൊണ്ട് ഇവർക്ക് കിട്ടത്തില്ല ഓഫ്ലൈൻകാർക്ക്. അപ്പൊ ഓഫ്ലൈൻകാർക്ക് മിസ് എന്താ പറയാ, മോഡൽ ഇട്ടില്ല, പകരം ഒരു കുട്ടി എഴുതിയ ആ നുസ്രത്ത് മാം, ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് എഴുതിക്കുന്ന കുട്ടിയുടെ മിസ്സിന്റെ ഇട്ട് തന്നില്ല. ഇത്രയും കോളംസ് ഒന്നും ഇല്ല ഇതിൽ, കുറെ നിങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളൊന്നും അതിലില്ല. സംഭവം ആ ബുക്ക് അയാളിൽ ബുക്ക് പോയിട്ടുണ്ട്. ആ ബുക്കിന്റെ ഫോട്ടോ ഇട്ട് തന്നത് ജാസ്മിനൊന്നും ബുക്കില്ല. ഞങ്ങളൊക്കെ സാധാ കുറച്ച് കുട്ടികൾക്ക് ടെക്സ്റ്റിന്റെ കൂടെ ഈ ബുക്ക് പോയിട്ടുണ്ട്. ആ ബുക്കിന്റെ ഫോട്ടോയാണ് തന്നത്. എനിക്ക് നാളെ തുടങ്ങും. PPTCക്കാർക്ക് മാത്രമേ ഉള്ളൂ, MCTCക്ക് ഇല്ല ബുക്ക്. ഞാൻ ഇട്ടുതരാം. എനിക്ക് നാളെ ജോയിൻ ചെയ്യണം. എടാ ഞാൻ ഇന്ന് രാത്രി തന്നെ ഇട്ടുതരാം. നീ ഇരുന്ന് ഫില്ല് ചെയ്തിട്ട് ജോയിൻ ചെയ്യും. അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്തിട്ട് ഞാനിപ്പോ എഴുതി വെച്ചത് ഷെയർ ചെയ്യാം. നീ അത് ടോപ്പിക് എടുക്കണത് വെച്ചാൽ ഇന്നേ റെഡിയാക്കി വെച്ചോ. എന്നാ ക്ലാസ് കയറിയിട്ട് സൈൻ വാങ്ങിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോയാൽ മതി. നാളെ LKG ഉണ്ട്, UKG ഉണ്ട്. LKG UKG ഉണ്ട്. LKGക്ക് നമ്പേഴ്സും UKGക്ക് മറ്റേ ഓപ്പോസിറ്റ്സ് ആണ്. അവര് ടെക്സ്റ്റ് നോക്കി എടുക്കാൻ പറഞ്ഞത്. രണ്ടും കൂടെ എഴുതാത്തല്ല പറഞ്ഞത്. കുറെ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ലെസൺ പ്ലാൻ ഒന്നും മതി. അപ്പൊ എനിക്ക് 2 അവർ ഉണ്ട്. അപ്പൊ എന്തായാലും ഓഫ്ലൈനുകാരി ശ്രദ്ധിക്കുക. ഓൺലൈനിനെക്കാളും പേടിക്കേണ്ടത് ഓഫ്ലൈൻ ആണ്. മിസ് ഇപ്പൊ 2 അവർ ഉള്ളപ്പോഴേ ഞാൻ ഡൗട്ട് ചെയ്യട്ടെ, ഇപ്പൊ 2 അവർ ഇവക്ക് ഉണ്ട്. അപ്പൊ പിന്നെ ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കിയാൽ മതിയോ? ഒരു ദിവസത്തില് 2 ലെസൺ പ്ലാൻ വേണം ഫാസില. 2 എണ്ണം കവർ ചെയ്യണം. ഒരെണ്ണം UKGക്ക്, ഒരെണ്ണം KGക്ക്. നമ്മളിപ്പോ 2 ക്ലാസ് ആണ്. അതെനിക്ക് ഡൗട്ട് തോന്നി, അതാ ഞാൻ ചോദിച്ചത്. ഏതൊരു ക്ലാസ് പറഞ്ഞ് 2 ലെസൺ പ്ലാൻ വേണ്ട, ഒരു ലെസൺ പ്ലാൻ മാത്രം ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒന്ന് മതി എന്നാ പറഞ്ഞ. അങ്ങനെയല്ലേ നമുക്കൊക്കെ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ 2 ക്ലാസ് തന്നോണ്ട് 2 ക്ലാസ്സിൽ 2 ടോപ്പിക്ക് പഠിപ്പിക്കുക. അപ്പൊ 2 ക്ലാസ്സിലെ ടീച്ചറാ നീ. അപ്പം ഓരോ ക്ലാസ്സിനും ഓരോ ലെസൺ പ്ലാൻ ആണ്. ജാസ്മിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല് കുറിച്ച് മുമ്പേ അറിയാം. പിന്നെ ഇത് നല്ല അങ്ങോട്ട് തയ്യാറാക്കാൻ അങ്ങനെ ചെയ്തിട്ടില്ല. മനസ്സിലാക്കില്ല. എന്താ പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ടോപ്പിക്കിന് നിങ്ങളോട് ഇപ്പോ ഒരു ലെസൺ പ്ലാൻ മതി എന്ന് പറഞ്ഞത്, അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു ക്ലാസ് പോകുന്നു, LKG A നിങ്ങൾ പോകുന്നു. ആ LKG A നിങ്ങൾ പോയി കഴിഞ്ഞാല് നിങ്ങൾ അവിടെ ഇപ്പൊ നീ പറഞ്ഞു നമ്പേഴ്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന്. ഓഡ് നമ്പേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ UKGയിലേക്കാണ് നിങ്ങൾക്ക് അടുത്ത പീരീഡ്. UKGയിലേക്ക് നീ അടുത്ത പീരീഡ് പോകുമ്പോൾ അവിടെ ഓപ്പോസിറ്റ്സ് ആണ് നീ പഠിപ്പിക്കുന്നതെങ്കിൽ നിന്റെ കയ്യിൽ ആ ലെസൺ പ്ലാൻ വേണം. നീ ഒരു സെയിം ക്ലാസ്സിലേക്കാണ് LKG A LKG B രണ്ടിലും നീ സെയിം ടോപ്പിക് എടുക്കുന്ന വെച്ചാൽ ഒരു ലെസൺ പ്ലാൻ മതി. പക്ഷെ നീ ഡിഫറെന്റ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്, നിന്റെ കയ്യിൽ 2 ലെസൺ പ്ലാനും വേണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഓരോ ടീച്ചർക്കും ഓരോ ക്ലാസ്സിനും ഓരോ ലെസൺ പ്ലാനാണ്. ഒരേ ക്ലാസ്, അത് ഏത് ഡിവിഷൻ ആണെങ്കിലും സെയിം ടോപ്പിക് ആണെങ്കിൽ ഒരു ലെസൺ പ്ലാൻ, ഡിഫറെന്റ് ടോപ്പിക് ആണെങ്കിൽ അവിടെയും 2 ലെസൺ പ്ലാൻ വരും. ഡിഫറെന്റ് ടോപ്പിക് ആയതുകൊണ്ട് ആ ഡിഫറെന്റ് ടോപ്പിക്കിന്റെയും 2 ലെസൺ പ്ലാനും നീ തയ്യാറാക്കണം. സെയിം ടോപ്പിക് ഇപ്പൊ LKG A LKG B ഏത് ഡിവിഷൻ ആണെങ്കിലും ഒരു 2 മതി. പക്ഷെ ഈ LKG Aക്ക് ഒരു ടോപ്പിക്, LKG Bക്ക് വേറെ ടോപ്പിക് നിനക്ക് കിട്ടിയാലും നീ 2 ലെസൺ പ്ലാൻ തയ്യാറാക്കണം. ക്ലിയർ ആയ? ക്ലിയർ ആയി. അത്രേ ഉള്ളൂ. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ അയച്ചു തരാം. നീ എന്നെ നോമ്പിക്കണം ചേട്ടാ. ഞാൻ ഭയങ്കര മറവിക്കാരിയാണ്. വേറെ ജോലിയുണ്ട്. എല്ലാം കഴിയുമ്പോ ഞാൻ പോയി കിടന്നുറങ്ങാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പൊ ഇത് നമ്മള് അവിടെ കൊടുക്കണം. ഇതെന്താ മാർക്ക് ലിസ്റ്റ്? എന്ത് സംഭവം? ഇത് ഞങ്ങൾക്കില്ല, അതുകൊണ്ട് മിസ്സിന്റെ അടുത്ത് ചോദിച്ചു. എന്റേത് മാത്രമേ ഞാൻ റിസർച്ച് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഞാൻ പോയില്ല കേട്ടോ.
മാർക്ക് ലിസ്റ്റ് അത് എവിടെ നമുക്ക് കൊടുക്കേണ്ടത്? ഒരു 3 PDF അയച്ചിട്ടുണ്ടായില്ലേ? അതിൽ ഒരെണ്ണം ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു മാർക്ക് ലിസ്റ്റ്, പിന്നെ ആ ലെറ്റർ, 3 ഞാൻ എടുത്തു. നീ അത് എന്താണെന്ന് വായിച്ചു അപ്പൊ മിസ്സിന് മനസ്സിലാവും. ഒന്ന് ജസ്റ്റ് ഓക്കെ ഇപ്പൊ ഓക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അത് ചെറിയ ചെറിയ കോളങ്ങളായിട്ട്. എടാ അത് നുസ്രത്ത് മാം പറഞ്ഞ പ്രിൻസിപ്പളിന്റെ കയ്യില, നമ്മുടെ കേറുന്ന സ്കൂളത്തെ പ്രിൻസിപ്പളിന്റെ കയ്യിൽ, ആരോ കയ്യിൽ നമ്മൾ കേറുമ്പോ കൊടുക്കണം, പിന്നെ ഇറങ്ങുമ്പോ നമുക്ക് അവരതിന് ഇടുക, പിന്നെ തിരിച്ചു വരുമ്പോ നമ്മുടെ കയ്യിൽ അത് തരുന്നാ പറഞ്ഞ. ഞാൻ കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു തന്നു. അതൊന്നും കൊടുത്തേരെ അവർക്ക് ഞാൻ എഴുതാത്തോണ്ടാണ് തിരിച്ചു തന്നു. തിരിച്ചു തന്നെ എഴുതി കഴിഞ്ഞാൽ കൊടുക്കും. ഓക്കെ ഓക്കെ ഫോട്ടോ കൊടുക്കാൻ വാങ്ങിക്കോ. പ്ലീസ് ലിസൺ. അടുത്തൊരു ടോപ്പിക്കിലും കൂടി നമുക്ക് പറയാം, ആനിമൽസ് നോക്കാം. അപ്പോ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആണ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതിൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് ദെയർ ഹോംസ്. അല്ലെ, ഡൊമസ്റ്റിക് ആനിമൽസിനെ ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളർത്തു മൃഗങ്ങളാണ് ഡൊമസ്റ്റിക് മിസ് ഒരു ആനിമൽസ്. ഉപകാരം കൂടി ചെയ്യണേ മിസ്സേ. കാര്യം ഞങ്ങൾക്ക് എനിക്കിതെന്തും വിഷയമല്ല, കാര്യം എനിക്ക് മോഡ്യൂൾ അനുസരിച്ചല്ല ക്ലാസ്. പക്ഷെ ഈ മോഡ്യൂൾ ഇപ്പൊ ഇത് പറഞ്ഞ കണക്ക് കൺഫ്യൂഷൻ എനിക്ക് ഇതുവരെ EVS ആണ് എന്തോ ഇതിന്റെ എന്താണ് ഒരു പറഞ്ഞത് EVS ആണെന്ന് വിചാരിച്ചു. മിസ് പറഞ്ഞ GK അതെന്ന്. അതുപോലെ ഈ മോഡ്യൂള് ചിലതൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്, GK ആണോ ടോപ്പിക് EVS, അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റായിട്ട് എഴുതി വെക്കാം ടോപ്പിക് സബ്ജക്റ്റിന്റെ സ്ഥലത്തെ. ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതുന്നതിന് മുന്നേ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം, അപ്പൊ ഞാൻ അങ്ങോട്ട് വിട്ടുതരാം കേട്ടോ, പറഞ്ഞുതരാം. ഗ്രൂപ്പ് ചോദിച്ചാൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാനൊന്നും പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ആനിമൽസ് ഹോംസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ടോപ്പിക് അതായിരുന്നു, ആനിമൽസ് ഹോംസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആനിമൽസ് ഹോംസ് അല്ലെ. ആനിമൽസ് ഹോംസ് ഡൊമസ്റ്റിക് ആനിമൽസ് ആവാം, അല്ലെങ്കിൽ ഏത് ആനിമൽസും ആവാം. അപ്പോൾ ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് ദെയർ ഹോംസ്. ഡൊമസ്റ്റിക് ആനിമൽസും അവരുടെ ഹോംസും അവരുടെ ഷെൽട്ടർ അല്ലെ, അതെന്താന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ഒബ്ജക്റ്റീവ്, എയിം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാ. കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. ഡൊമസ്റ്റിക് ആനിമൽസ്, അവയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവയുടെ ഷെൽട്ടേഴ്സിനെ കുറിച്ച്, അവയുടെ ഹോംസിനെ കുറിച്ച്. ഓക്കെ, അടുത്ത എയിം എന്ന് പറയുന്നത്, അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എനേബിൾ ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആനിമൽസ് ഹോംസ് അല്ലെ. കുട്ടികൾക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കുക? ഇമ്പോർട്ടൻസ്, ആനിമൽസ് ഹോംസിന്റെ ഇമ്പോർട്ടൻസ്, ആനിമൽസ് ഹോംസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പോ 2 ഒബ്ജക്റ്റീവ് ആണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഏതാ? നമ്മുടെ അടുത്ത ടോപ്പിക് ഏതായിരുന്നു? അടുത്ത ഇതിൽ നമ്മൾ പറഞ്ഞത് ഏതാ? ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞിട്ട് പറഞ്ഞത്. അപ്പൊ ഓരോന്നിന്റെയും ഹോംസ് പറഞ്ഞു കൊടുക്കണല്ലോ കുട്ടിക്ക് അല്ലെ. ഷെൽട്ടർ ഏതാന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോ എ ഡോഗിനെ, ഡോഗ് എവിടെയാണ്? ഡോഗിന്റെ ഷെൽട്ടർ ഏതാ? എ ഡോഗ് ഇൻ എ കെനൽ അല്ലെ. ഡോഗിന്റെ കെനൽ, ഡോഗ് ഇൻ എ കെനൽ. എ ഹെൻ ഇൻ എ കൂപ്പ്, കൂപ്പ് ഹെന്നിന്റെ ഏതാ? കൂപ്പാണ്. ഹെൻ ഇൻ എ, എ കൗ ഇൻ എ ഷെഡ്. നമ്മുടെ അതിന് പറയാ ഷെഡ് എന്നാണ് പറയാ. എ കൗ ഇൻ എ ഷെഡ്, എ ഷീപ്പ് ഇൻ എ പെൻ, എ ഷീപ്പ് ഇൻ എ പെൻ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ ലക്ഷ്യം. ആനിമൽസ് ഹോംസ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ടോപ്പിക് അല്ലെ. അപ്പൊ നമ്മുടെ കണ്ടന്റിൽ ഏതാ നമ്മൾ തരേണ്ടത്? ഡോഗ് ഇൻ എ കെനൽ, എ ഹെൻ ഇൻ എ കൂപ്പ്, എ കൗ ഇൻ എ ഷെഡ്, എ ഷീപ്പ് ഇൻ എ പെൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇനിയും ഉണ്ടാവാം, ഞാൻ ജസ്റ്റ് ഒരു 4-5 ഉദാഹരണങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയും ഉണ്ട്, ഒരുപാട് ആനിമൽസ് ഉണ്ട്, അതിന്റെയൊക്കെ ഹോംസ് ഉണ്ട്. എല്ലാം പറയാൻ നിന്നപ്പോ സമയമില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒരു 4 ഉദാഹരണം അവിടെ കൊടുത്ത് എഴുതി വെച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായ കണ്ടന്റ് എന്താന്ന്, എങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ കണ്ടന്റ് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തതില് നമ്മുടെ ടീച്ചിങ് എയ്ഡ്സ് ആണ് അടുത്ത ടോപ്പിക് വരിക. ടീച്ചിങ് എയ്ഡ്സിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഇതിന്റെ ഒക്കെ പിക്ചേഴ്സ് ഉപയോഗിക്കാം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലെ. ഒരു ആലുണ്ടാക്കിയിട്ട് അതിന്റെ പശുവിന്റെ ഒരു ഇത് രൂപം കൊണ്ടുപോയി വെക്കാം. ചെറിയ പശുവിനെയൊക്കെ കിട്ടും, നമുക്ക് കവിനെയൊക്കെ വാങ്ങാൻ കിട്ടും. ചെറിയൊരു ഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ പശു, ചെറിയൊരു കൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഹെന്ന്, ചെറിയൊരു കനൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഡോഗ്, ഇതിന്റെ ഒക്കെ അത് വാങ്ങാൻ കിട്ടും നമുക്ക് അല്ലെ. അതൊക്കെ ജസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതൊക്കെ റെഡിയാക്കി എടുക്കാം അല്ലെ. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അതിന്റെ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാം, കളർ ചെയ്ത പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാം അല്ലെ.
അത് നമുക്ക് എന്താ പറയാ ഓഡിയോ വിഷ്വൽസ് ഉപയോഗിച്ചിട്ട് അതിനെ വീഡിയോസ് കാണിച്ചു കൊടുക്കാം, ഒക്കെ ചെയ്യാം. ബ്ലാക്ക് ബോർഡിൽ വേണമെങ്കിൽ വരച്ചും കാണിച്ചു കൊടുക്കാം. ചെയ്തൂടെ? ചാർട്ടിലെ പിക്ചർ വരച്ച് അടയാളപ്പെടുത്തിയിട്ട് ചാർട്ടിലും വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ. പിന്നെ ഫ്ലാഷ് കാർഡ് ഉപയോഗിക്കാം, വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിച്ചൂടെ? പല പല കാർഡ്സ്, പല പല പിക്ചേഴ്സ് കൊടുത്തിട്ട് അങ്ങനെയും കൊടുക്കാം. ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കാം. ഇവിടെ ടോയ്സ് ഉപയോഗിക്കാല്ലേ? ഈ ആനിമൽസിന്റെ ടോയ്സ് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ ആ ടോയ്സ് അതൊക്കെ ഞാൻ അത്യാവശ്യം വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഉപയോഗിക്കാം. അത് ഞാൻ പറഞ്ഞു ഇപ്പൊ. നമ്മുടെ അതേപോലെ തന്നെ ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരു പൗണ്ട് വെക്കാം, അത് ചെയ്യാം. അതിന്റെ ഉള്ളിൽ ഹെന്ന് വെക്കാം, കെനലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഡോഗ് വെച്ച് അങ്ങനെ അതിന്റെ ഒക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക്. സൗണ്ട് ഓഡിയോ വീഡിയോ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൗണ്ടിന്റെ വീഡിയോ വരുന്ന ഓരോ പട്ടി കുറയ്ക്കുന്നതായിട്ടൊരു വീഡിയോ അല്ലേ? ഓരോ അപ്പൊ സൗണ്ടും പഠിക്കും, ആ ആനിമലിനെയും പഠിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ കണ്ടന്റ് എന്താന്നുള്ളത് എങ്ങനെയാ കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായല്ലോ? മനസ്സിലായി. അടുത്ത ടോപ്പിക് ഏതാ നമ്മൾ പറഞ്ഞത്? കണ്ടന്റ് കഴിഞ്ഞാൽ അടുത്തത് ടീച്ചിങ് എയ്ഡ്സ്. നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് ടീച്ചിങ് എയ്ഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടോപ്പിക് പറഞ്ഞു. ഏതാണ് അടുത്ത ടോപ്പിക്? പ്രീവിയസ് നോളജ്, മുന്നറിവ് പരിശോധന, അങ്ങനെയാണ് മലയാളത്തിൽ പറയാം. മുന്നറിവ് പരിശോധന, കുട്ടിയുടെ മുന്നറിവ്. ആദ്യം കുട്ടിക്കുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുട്ടിക്കുള്ള അറിവ്. ചിലപ്പോൾ കുട്ടിയുടെ വീട്ടിൽ ചിലപ്പം പശു ഉണ്ടാവും, പശു ഷെഡിൽ ആലയിൽ ജീവിക്കുന്നത് കുട്ടി കണ്ടിട്ടുണ്ടാവും അല്ലെ? കുട്ടിയുടെ വീട്ടിൽ ചിലപ്പോൾ ഡോഗ് ഉണ്ടാവും അല്ലെ? കനലില് ഡോഗ് താമസിക്കുന്ന കുട്ടി കണ്ടിട്ടുണ്ടാവും അല്ലെ? ഹെന്ന് ഉണ്ടാവും, കൂപ്പില് പിന്നെ ഹെന്ന് താമസിക്കുന്ന കുട്ടി കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ വീട്ടിൽ ഏതൊക്കെ ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ടെന്നും ഏതൊക്കെ രീതിയിലാണ് അവർ താമസിക്കുന്നതെന്നും അവരുടെ ഷെൽട്ടേഴ്സ് ഏതാണെന്നും അവർക്ക് അതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. അതാണ് നമ്മുടെ പ്രീവിയസ് നോളജ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ നേരെ പോയിട്ട് ഇതല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നേരെ പോയിട്ട് ആനിമൽസിനെ കുറിച്ച് പഠിക്കാൻ പോവാട്ടോ എന്നൊന്നും പറയുന്നില്ല നമ്മള്. ഇതൊക്കെ നമ്മൾ ചോദിച്ച് ഈ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്താണ് കുട്ടിയിലേക്ക് ഇത് വന്നത്. കുട്ടിയിലേക്ക് നമ്മൾ ആ ടോപ്പിക് എത്തിച്ചു അല്ലെ? ചോദിച്ച് ഓരോ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് പറയും? അപ്പൊ നമ്മൾ പറയും എന്താണ് അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഡിസ്കസ് ചെയ്യും. പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ് നമ്മൾ പറയുന്നത്. ആനിമൽസ് ഹോംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് ബോർഡിൽ പോയി എഴുതും, നമ്മൾ പറയുകയും ചെയ്യും. അതിനോടൊപ്പം രണ്ടും ഒരുമിച്ച് നമ്മൾ ചെയ്യും. ഓക്കെ ഓക്കെ ആണോ? ഇനി അടുത്ത ടോപ്പിക് ഒന്ന് പറഞ്ഞ ഏതാണ് നമ്മൾ പറഞ്ഞത്? അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക്. അപ്പം അനൗൺസ്മെന്റ് ഓഫ് ദ ടോപ്പിക് കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ ടീച്ചേഴ്സ് പോയിന്റ്, ടീച്ചേഴ്സ് പോയിന്റ്, തിരിച്ചു കൊണ്ടു കൊടുക്കാം പിള്ളേർക്ക് മേടിച്ചത്. ലേണിംഗ് എക്സ്പീരിയൻസ്, ടീച്ചേഴ്സ് പോയിന്റ്സ്, ടീച്ചേഴ്സ് ആക്ടിവിറ്റി, ലേണിംഗ് എക്സ്പീരിയൻസ്. ടീച്ചേഴ്സ് പോയിന്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കുട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഓരോന്നിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഡോഗിനെ കുറിച്ച്, ഹെന്നിനെ കുറിച്ച്, കൗവിനെ കുറിച്ച്, ഷീപ്പിനെ കുറിച്ച്, അങ്ങനെ ഓരോ ആനിമൽസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവന്റെ ഷെൽട്ടറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ടീച്ചേഴ്സ് ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ പാട്ട് പാടിക്കൊടുക്കാം അല്ലേ? പാട്ട് ഒരു പാട്ട് രൂപത്തിൽ പാടിക്കൊടുത്തൂടെ? എ സോങ്, ഇതൊരു പാട്ട് രൂപത്തിൽ പാടിക്കൊടുത്തൂടെ? എ ഡോഗ് ഇൻ എ hen in a coop, a cow in a shed, a sheep in a pen. അങ്ങനെ കുറെ ആനിമൽസിനെ ഇനിയും ചേർക്കാതില്ലേ? ഇത് പാട്ട് രൂപത്തിൽ അങ്ങോട്ട് പാടിക്കൊടുക്കാം നമുക്ക്. സോങ് ആയി അല്ലേ? ഇത് വേണമെങ്കിൽ പാട്ട് രൂപത്തിൽ പാടിക്കൊടുക്കാം. പാട്ട് രൂപത്തിലാവാം, അല്ലെങ്കിൽ ഗെയിംസ് ആവാം. ഏതെങ്കിലുമൊക്കെ എന്താ പറയാ, ആനിമൽസ്, കുട്ടികളെ ആനിമൽസ് ആക്കിയിട്ട് ഇതാക്കിയിട്ട് എന്ത് ചെയ്യാം? ഒരു റോൾ പ്ലേ പോലെ ആനിമൽസ്. ഈ സോങ്ങിന്റെ തുടക്കം പോലെ എഴുതണം. ജസ്റ്റ് സോങ് പാടിപ്പിച്ചു എന്ന് എഴുതിയാൽ മതിയാ? അതിന് ആനിമൽ റിലേറ്റഡ് സോങ് പാടിപ്പിച്ചു, പാടിപ്പിക്കല്ല, നമ്മൾ അവിടെ പാടി കൊടുക്കുകയാണ്. ടീച്ചേഴ്സ് ആക്ടിവിറ്റി ആണ് അവിടെ. ടീച്ചേഴ്സ് പാടിക്കൊടുത്തു, അങ്ങനെ റിലേറ്റ് ചെയ്ത സോങ് പാടിക്കൊടുത്തു, ജസ്റ്റ് അങ്ങനെ എഴുതിയാൽ മതിയാ? അങ്ങനെ കൊടുത്താൽ നമ്മൾ പാടി കൊടുക്കുന്നു എന്ന് എഴുതരുത്. നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അത് എഴുതുക. അപ്പൊ പാടിക്കൊടുത്തു എന്ന് തന്നെ എഴുതണം. അപ്പൊ പാടിക്കൊടുത്തു, അപ്പൊ നമ്മൾ ആ പാട്ട് പാടിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഗെയിം കളിപ്പിച്ചു
അല്ലെ? ആനിമൽ ഹോംസ് പറഞ്ഞു കൊടുക്കാം. അപ്പൊ കുട്ടീനെ കൊണ്ട് വേണമെങ്കിൽ റോൾ പ്ലേ ചെയ്യിപ്പിക്കാം. കുട്ടികളെ കൊണ്ട് ഓരോ ആനിമൽസിന്റെ റോള് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവരെങ്ങനെയൊക്കെയാണ്, ചെറിയ ഷെൽട്ടർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ പിന്നെ ക്ലാസ് റൂമിനകത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഷെൽട്ടർ പോലെയൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞു, അവരെ കൊണ്ട് എന്ത് ചെയ്യാം പറഞ്ഞ് സെറ്റാക്കി വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ സോങ് ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആവാം, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ആവാം, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ചെയ്യാൻ പറ്റും. സ്റ്റക്ക് ആവുന്നുണ്ട് മാം. റെഡി ആയില്ലേ? അതെ. കോള് ഇടയ്ക്കിടയ്ക്ക് കോള് വരും. അപ്പൊ ഓക്കെ, അപ്പൊ അത് മനസ്സിലായാലും ടീച്ചേഴ്സ് ആക്ടിവിറ്റിയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് കുട്ടികളിലേക്ക് ആ ഒരു ടോപ്പിക് എത്തിക്കുന്നത്? പാട്ട് രൂപത്തിലോ, കഥാരൂപത്തിലോ, ആക്ടിവിറ്റി രൂപത്തിലോ, അല്ലെങ്കിൽ ഗെയിംസിലോ, അങ്ങനെയുള്ള എന്ത് റോൾ പ്ലേയോ എന്ത് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അതാണ് ടീച്ചേഴ്സ് ആക്ടിവിറ്റി. ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മളൊരു കാര്യം ചെയ്യണമല്ലോ, അത്. ഓക്കെ, ഇനി ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് കുട്ടിയുടേതാണ്, നമ്മളുടേതല്ല. കുട്ടി ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താ? പഠനാനുഭവം. അതാണ് ഈ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ പഠനാനുഭവം. മനസ്സിലാവുന്നുണ്ടോ? കുട്ടി ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണ്, കുട്ടിക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കി, കുട്ടികളുടെ റെസ്പോൺസ് എന്താണ്, നമ്മൾ എഴുതുക. ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ കേട്ടെ, മിസ് പറഞ്ഞില്ലേ പാട്ട് പാടി നമ്മൾ കൊടുത്തു. ഈ അണ്ടർസ്റ്റാൻഡ്സ് ദ സോങ് എന്ന് എഴുതിയാൽ മതി ലേണിംഗ് എക്സ്പീരിയൻസ്. ഇനി വേണമെങ്കിൽ കുട്ടീനെ ഏതെങ്കിലും ഒരു കുട്ടീനെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് അവിടെ കൊടുക്കാം. റിഷ കൊടുത്ത് പറയാല്ലേ? പേര് കൊടുക്കാം. അത് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അത്രയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ലതാണ് അത്. നമ്മളിപ്പോ ക്ലാസ് റൂമിനകത്ത് ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ല, 10 35 കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന കുട്ടികൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്തു എന്ന് കൊടുക്കാം. അപ്പൊ ജെന്ന അണ്ടർസ്റ്റാൻഡ് ദ സോങ്, ജെന്ന എൻജോയ്ഡ് ദ ഗെയിം ആൻഡ് പ്ലേഡ് ദ ഗെയിം, അങ്ങനൊക്കെ കൊടുക്കാം അല്ലേ? അങ്ങനെ സിമ്പിൾ ആയിട്ട് കൊടുത്താൽ. ഇപ്പൊ ജന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പാട്ട് പാടി കൊടുത്തു, അതേപോലത്തെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ പാട്ട് പാടി, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പാടി കൊടുത്ത പാട്ട് വിശദീകരിച്ച് എഴുതരുത്, ജസ്റ്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതുക. എഴുതിയാ മതിയല്ലോ അല്ലേ? ജെന്ന അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി, അങ്ങനെ മതി. അല്ലെങ്കിൽ ഇനിയിപ്പോ പേര് കൊടുത്ത് എഴുതാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ ഓൾ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി, അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ ഓൾ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ തീം, അതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, 4-5 പോയിന്റ്സ് എഴുതിയാ പോരെ? എല്ലാ 4-5 പോയിന്റ്സ് ഇത് എഴുതിയാ പോരെ? നീ എന്തൊക്കെ ചെയ്യുന്നു അത് മാത്രം എഴുതിയാ മതി. നീ ഇപ്പൊ ഒരു ഗെയിം അല്ല, ആ ബുക്കിനകത്ത് 2 പേജിനകത്ത് ഉണ്ട് ഈ കോളം, അതാണ് ചോദിച്ചേ. 4-5 പോയിന്റ്സ് എഴുതിയാ പോരെ, അല്ലാണ്ട് അത് കംപ്ലീറ്റ് കവർ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. ചില ടീച്ചർമാർ ഒരുപാട് ചെയ്യിക്കും, ചില ടീച്ചർമാർ കുറച്ചേ ചെയ്യിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എത്ര ചെയ്യിക്കുന്നോ അത്ര എഴുതിയാ മതി. അത്ര എഴുതിയാ മതി. പിന്നെ നമ്മൾ ഒരുപാട് നമുക്ക് ഈ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ അത്രയൊന്നും കിട്ടൂല. കുട്ടിയുടെ എന്താ പറയാ, ഒരു കോൺസെൻട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആകെ 20 മിനിറ്റേ ഉള്ളൂ. ഒരു കുട്ടിയെ 15 or 20 മിനിറ്റേ ഉള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ 2-2.5 മിനിറ്റ് ഒന്നും ലെസൺ പ്ലാൻ തയ്യാറാക്കാനൊന്നും പറ്റൂല. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് 45 മിനിറ്റ്സ് ആണ്. കുഞ്ഞു മക്കളല്ലേ, കുട്ടികൾക്ക് ആ ഒരു ആശയത്തിൽ കുറച്ച് പണിയുണ്ട്. കുട്ടികളെ പിടിച്ചിരുത്തി കുട്ടികളെ പ്രത്യേകിച്ച് രാത്രി ടൈം ആ കിട്ടും. എനിക്കൊക്കെ ഏർക്കാ കിട്ടി, അതൊക്കെ 10 മിനിറ്റ് ഇരുന്നെങ്കിലേ ബാക്കിയുള്ള സമയം ഉറങ്ങിപ്പോവില്ലേ. അതന്നെ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചുള്ള ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ ഉറങ്ങൂല. അതിനനുസരിച്ചുള്ള ടീച്ചിങ് എയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഉറങ്ങൂല. രാവിലെ തൊട്ട മക്കളെ മദ്രസ സ്കൂളും എല്ലാം കൂടി പോകുന്ന മക്കളാണല്ലോ. രാത്രിക്കത്തെ ഫുഡും കഴിച്ചാൽ പിന്നെ മക്കൾക്ക് ഉറക്കം വരൂലേ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ ഓരോന്നും ചെയ്തിട്ടും എന്റർടൈൻ ആയില്ലെന്നുണ്ടെങ്കിൽ നീ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അത്രയും മതി നിന്റെ ടീച്ചിങ് അന്നത്തെ. അല്ലാതെ ബോറടിപ്പിച്ച് ടീച്ച് ചെയ്താൽ അവർ ശ്രദ്ധിക്കത്തുമില്ല, ആ ടോപ്പിക് അവർക്ക് കിട്ടത്തതുമില്ല. വിടുക, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മളൊരു ടോപ്പിക് കവർ ചെയ്യാം, അല്ലെങ്കിൽ ആ ടോപ്പിക് നിർത്തിയിട്ട് അടുത്ത ടോപ്പിക് നീ ചെയ്യുക.
ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മളൊരു ടോപ്പിക് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. കുട്ടികളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം കുട്ടികളെ എന്ത് ചെയ്യണം, ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ആ ഒരു ഇതിലേക്ക് അല്ലെ, കുട്ടീനെ നമ്മൾ ബോറടിപ്പിക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ബോറടിപ്പിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് ബോറടിക്കും. അപ്പൊ നമ്മൾ കുട്ടീനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പാട്ട് പാടി കൊടുക്കാം, കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ എന്ത് ചെയ്യുക, ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കുക. നിങ്ങൾ ആദ്യം ടോപ്പിക് ആരും പഠിപ്പിക്കരുത്. നിങ്ങൾ എന്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ കുട്ടി ബോറടിച്ചാലും പ്രശ്നമില്ല, ആ ടോപ്പിക് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ടോപ്പിക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് വേസ്റ്റാ. പാടാണ് മനസ്സിലാക്കി എടുക്കാൻ. കാര്യം കുഞ്ഞു പിള്ളേരല്ലേ, കൂടുതലും പാട്ടും ഇതും വെച്ച് തുടങ്ങുക. പാട്ടോ അല്ലെങ്കിൽ കഥ വെച്ച് പറഞ്ഞിട്ട് ആ ടോപ്പിക് എന്തെങ്കിലും പറയണം, മനസ്സിലായ. പിന്നെ ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിർത്താം. കാര്യം അത്യാവശ്യം അവർക്ക് മനസ്സിലായി. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ ആൻസർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് മനസ്സിലായി, ഇല്ലേ മിസ്സേ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കുട്ടികളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക. നേരെ നമ്മൾ ടോപ്പിക്കിലേക്ക് കടന്നു കുട്ടികൾ ബോറടിച്ച് ചാവും. അപ്പൊ അത് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. കുഞ്ഞു മക്കളല്ലേ, അവരെ നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് അപ്പൊ അവർക്ക് നല്ല ഇഷ്ടമാവും പഠിക്കാൻ. ഉണ്ടല്ലോ, അത് കേട്ടിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല കഥയും പാട്ടൊക്കെ ഉണ്ടല്ലോ അല്ലെ, അപ്പൊ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയി. അപ്പൊ പിന്നെ അവർക്ക് ഉറക്കമൊന്നും വരൂല. 45 മിനിറ്റ് വേഗം പോകും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യമൊക്കെയാണ് നമുക്ക് കുട്ടികളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പം. നിങ്ങൾ പാടുന്ന പാട്ട് അല്ലെങ്കിൽ മോക്ക് അറിയാവുന്ന ഒരു പാട്ട് കുട്ടികളെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിച്ചാൽ കുട്ടികൾക്ക് ഉറക്കം വരത്തില്ല. നേരെ വെച്ച് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ചെയ്യുമ്പോ ഉറക്കം വരും. ഇന്ന് ഞാൻ മിസ് എന്റെ ഫ്രണ്ടിന്റെ മോളുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ഈ സൂമിൽ കൂടി വെറുതെ ഒന്ന് ട്രയൽ വെക്കാൻ വേണ്ടിട്ട്, നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ ഞാൻ കുറെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോ ആ മോള് പറയാണ്, ഫ്രണ്ടിനോട് പറയാ, നാളെ തൊട്ട് ഷെർമിത്ത ക്ലാസ് എടുത്താൽ മതി, മിസ്സിന്റെ ക്ലാസ്സിക്ക് വേണ്ടാന്ന്. ഞാൻ കുറെ ടീച്ചിങ് എയ്ഡ്സും കാര്യങ്ങളും കുറെ പിക്ചേഴ്സും എല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് ഫാമിലി പറഞ്ഞെടുക്കാൻ വേണ്ടിട്ടേ. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞാൽ പതുക്കണ്ട് പറയും, നാളെ തൊട്ട് ഇനി ഞാൻ അവളെ ഓൺലൈൻ ക്ലാസ് കേറൂല, നാളെ തൊട്ട് ഞാൻ ക്ലാസ് എടുത്തെടുത്താൽ മതിന്ന്. ശരി. അപ്പൊ അതാണ് പറഞ്ഞത്, ഫസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. നമ്മൾ ആദ്യം തന്നെ ഓരോ ബോറടിപ്പിച്ച വേണ്ട, ഓരോ നീച്ചു പോവും. മതി, അവിടെ ഓഡിയോ ആണോ വീഡിയോ ആണോ എങ്ങോട്ടേയും പോവും. പക്ഷെ നമുക്ക് പറ്റൂല. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ടീച്ചർ ലേണിംഗ് എക്സ്പീരിയൻസ്, കുട്ടികളുടെ ലേണിംഗ് എക്സ്പീരിയൻസ്. ആ ലേണിംഗ് എക്സ്പീരിയൻസിൽ നമ്മളെ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാം, കുട്ടികളെ കൊണ്ട് കഥ പറയിപ്പിക്കാം അല്ലെ, കുട്ടികളെ കൊണ്ട് ഓരോ ഗെയിംസ് ചെയ്യിപ്പിക്കാം. അവരെന്തെങ്കിലും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടിരുന്ന അവർക്ക് പെട്ടെന്ന് ഉറക്കം വരത്തില്ല, ഇല്ലേ മിസ്സേ? അപ്പൊ കുട്ടികളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മുടെ ഹോംവർക്ക് അല്ലെങ്കിൽ തുടർ പ്രവർത്തനം അല്ലെ. അപ്പൊ എന്താണ് ഈ ഹോംവർക്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള ഹോംവർക്ക് കൊടുക്കാം. ആനിമൽസിന്റെ പിക്ചേഴ്സ് ശേഖരിക്കാൻ കൊടുക്കാം. ഒരു ഡൗട്ട് ഉണ്ട്. ആ 3-ാമത്തെ പേജിൽ ഞങ്ങൾക്ക് തന്ന ഇതില് ആ ഹോംവർക്കിന് ജസ്റ്റ് മുമ്പ് റീക്യാപ്പുലേഷൻ എന്നൊരു സംഭവം ഉണ്ട്. സംഭവം ഞാനിപ്പോ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോ നമ്മൾ പഠിപ്പിച്ച മെയിൻ പോയിന്റ് മാത്രം എഴുതാനുള്ള ഒരു സ്ഥലം. അത് നമ്മൾ എന്ത് ക്ലാസ് മൊത്തത്തിൽ പഠിപ്പിച്ച ആ മെയിൻ പോയിന്റ്സ് എഴുതാനുള്ള സ്ഥലം. അപ്പൊ അത് എഴുതണ്ടേ? കുഴപ്പമില്ലല്ലോ. പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് വ്യൂ എന്നാണ് അതിന് പറയാല്. അത് എഴുതണം വേണ്ടി. അത് നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ളതിന്റെ ഒരു സമ്മറിയാണത്. സമ്മറിയാ വേണ്ടുള്ളത്. ഞാൻ നെറ്റ് നോക്കിയപ്പോ മൊത്തത്തിലല്ല. നമ്മളിപ്പോ ടീച്ചേഴ്സ് വ്യൂ ആണത്. നമ്മൾ എന്തൊക്കെ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ആ ഒരു പാഠഭാഗത്തിനെ ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത്, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്, എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. അതാണ് അവിടെ വേണ്ടത്. ആനിമൽസ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ആനിമൽസ്, വൈൽഡ് ആനിമൽസ്, പെറ്റ്സ് ആനിമൽസ്, അങ്ങനത്തെ പോയിന്റുകൾ മാത്രം എഴുതുക. നമ്മളിവിടെ ഇപ്പൊ ഹോംസ് ആണ് കൊടുത്തത്, ആനിമൽസ് ഹോംസ് ആണ് പഠിച്ചത്. അപ്പൊ അതിന്റെ ഹോംസിന്റെ നെയിം കൊടുക്കാം അല്ലെ, അതിന്റെ പ്രത്യേകതകൾ കൊടുക്കാം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഷെൽട്ടേഴ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്. അത് ഇമ്പോർട്ടന്റ് അല്ലേ? ആ സംഭവം ഇമ്പോർട്ടന്റ് അല്ലേ? അത് ആഡ് ചെയ്യണ്ടേ? അത് ആഡ് ചെയ്യണം. ടീച്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. അല്ല, കഴിഞ്ഞാലും മിസ് അത് അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചാ. ടീച്ചേഴ്സിന്റെ വ്യൂ ആണ് അവിടെ കൊടുക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ ക്രോഡീകരണം, അതാണ് സംഭവം. ക്രോഡീകരണം മലയാളത്തിൽ ഓരോ ടോപ്പിക് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് എഴുതണം, അല്ലെങ്കിൽ ക്രോഡീകരണം ആനിമൽസ് നമ്മളിപ്പോ വൈൽഡ് ആനിമൽസ് പഠിപ്പിച്ചു, ഡൊമസ്റ്റിക് ആനിമൽസ് പഠിപ്പിച്ചു, അവരുടെ സൗണ്ട് പഠിപ്പിച്ചു. അപ്പൊ 4 പോയിന്റ്. വൈൽഡ് ആനിമൽസ് ഓരോ ഇതാക്കിയിട്ട് ഓരോ ടോപ്പിക് ആയിട്ട് അങ്ങനെ എഴുതിയാ പോരെ?
ഇൻട്രൊഡ്യൂസ് വൈൽഡ് അല്ല അല്ലെങ്കിൽ എന്താ പറയുന്ന ഇൻട്രൊഡ്യൂസ് വൈൽഡ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ്, ഹോംസ് ഓഫ് ആനിമൽസ്, സൗണ്ട്സ് ഓഫ് ആനിമൽസ്. അത്ര 4 പഠിച്ചു. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പിന്നെ ആനിമൽസിന്റെ ഹോംസ് ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ആനിമൽസ് ഹോംസ്, അല്ലെങ്കിൽ ഡോഗ് ഹോംസ്, മതി. മോന്നിന്റെ ഹോംസ് നമ്മൾ പഠിപ്പിച്ചു എന്നുള്ളത് എഴുതിയാൽ മതി. അവിടെ അതിനെ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞാൽ സമ്മറൈസ് ചെയ്ത് പറയാന്നുള്ളത് മാത്രം. മൊത്തത്തിൽ നമ്മൾ എന്തൊക്കെ ക്ലാസ് പറഞ്ഞാൽ അത് മൊത്തം അവിടെ എഴുതി വെക്കണ്ട. ജസ്റ്റ് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അവിടെ ഒന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ അവിടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഹോംവർക്ക് വരുന്നത്. ഹോംവർക്കിൽ നമ്മുടെ ഈ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ആനിമൽസിന്റെ പിക്ചേഴ്സോ അല്ലെങ്കിൽ എന്ത് ഹോംവർക്ക് കൊടുത്തു എന്ന് എഴുതിയാ പോരെ? അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ അകത്തൊക്കെ ഐ ഗീവ് അല്ലെങ്കിൽ ടീച്ചർ ഗീവ് അങ്ങനെയൊക്കെയാ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് നമ്മൾ എന്താണ് ഹോംവർക്ക് കൊടുത്തെന്ന് മാത്രം എഴുതിയാ പോരെ? അതായത് ഫോർ എക്സാമ്പിൾ വർക്ക്ഷീറ്റ് ഓഫ് ആനിമൽസ്, ഫില്ലപ്പ് ദ വർക്ക്ഷീറ്റ് ഓഫ് ഫില്ലിംഗ് അപ്പ്, അത് ഒരെണ്ണം കൊടുക്കണം. വർക്ക്ഷീറ്റ് ഓഫ് ആനിമൽസ് അത് കറക്റ്റ് ആണ്. പിന്നെ കൊടുക്കേണ്ടത് തന്നെ കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്, അത് മാത്രം കൊടുത്താൽ പറ്റില്ല. ഐ ഗീവ് എന്ന് പറഞ്ഞ സെന്റൻസ് പോലെ എഴുതണ്ടല്ലോ. അല്ല, അപ്പൊ അവിടെ ഐ ഗിവ് തന്നെ അവിടെ കൊടുക്കേണ്ട ആവശ്യം അത് വേണ്ട. കളക്ട് പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്, കളക്ട് ഹോം ഷെൽട്ടേഴ്സ് ഓഫ് ആനിമൽസ്, ഓക്കെ, അങ്ങനെയുള്ള കളറ്, ഡ്രോ ആൻഡ് പിക്ചർ ആനിമൽസ് അല്ലെ, വരച്ച് കളർ കൊടുക്കുക. ഡ്രോ ആൻഡ് കളർ പിക്ചേഴ്സ്, ഡ്രോ ആൻഡ് കളർ ആനിമൽസ്, ഒരു ആനിമൽസിന്റെ പിക്ചർ വരച്ചിട്ട് അതിന് കളർ കൊടുക്കാൻ പറയും. ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോംവർക്കുകളാണ് അല്ലെ. കുട്ടികൾ പല രൂപത്തിൽ വരയ്ക്കും. കുട്ടികൾ വരയ്ക്കുന്നത് പല രൂപത്തിലാവും. എന്നാലും നമ്മൾ എന്തിനാണ് അവിടെ എന്ത് ചെയ്യണം? കുട്ടികളെ പിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം അല്ലെ, അവിടെ മോട്ടിവേറ്റ് ചെയ്യണം നമ്മളെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ, എല്ലാം മനസ്സിലായി. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആയി. മിസ് ഗ്രൂപ്പിൽ വിട്ടാ മതി. മലയാളം ഞങ്ങൾക്ക് പിന്നെ പങ്കെടുക്കാത്ത ആളുകൾക്ക് അത് ഉപകരിക്കത്തില്ലേ മിസ്സേ? അതുകൊണ്ടാണ് ഏത് സബ്ജക്റ്റ് ആണ് മിസ് ഒന്ന് വിടണേ. മൊഡ്യൂൾസ് തന്നതൊക്കെ GK ആണോ EVS ആണോ ഉള്ള കൺഫ്യൂഷനാ മൊത്തം. അയച്ചില്ല, അയക്കണ്ടേ? നമുക്ക് ഷാനാസ് മിസ് കൊറേ മൊഡ്യൂൾസ് കിട്ടിയില്ലേ? വെജിറ്റബിൾസ് ഏതില്ല? വെജിറ്റബിൾസ് EVS-ലല്ലേ? ഫ്രൂട്ട്സ്, പിന്നെ ഫാമിലി, പിന്നെ നമ്മളെ ഓൾ അറൗണ്ട്സിൽ നമ്മളെ ചുറ്റുപാട് നമുക്ക് ഈ ഹോസ്പിറ്റൽസ്, ബാങ്ക്, അതൊക്കെ ഉള്ളത് EVS. ഫാർമറി, ഡോക്ടർ, പിന്നെ അതൊക്കെ അല്ലേ? പോലീസ്, ഹെൽപ്പേഴ്സ്, അത് EVS ആ. പിന്നെ ആനിമൽസ് EVS. ഫാമിലി മാത്രമേ അപ്പൊ GK-യിലുള്ളൂ, ബാക്കി ഫുള്ള് EVS ആയിരിക്കും. എന്നാല് മൊഡ്യൂൾസ് ഒന്ന് വിട്, ഞാൻ അതിനനുസരിച്ച് പറയാം. ഞാൻ ഇന്നിട്ട് തരാം. ഈ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ ശർമിന്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചു, ഇന്നിട്ട് തരാം. ചോദിച്ചു മിസ്സേ, ഫാസിലിക്കുന്ന ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഇന്നലെ പറഞ്ഞ ഒന്നും അറിയില്ല, പ്ലാൻ വായിച്ച് പ്ലീസ് ലിസൺ. ഒന്നും മനസ്സിലായില്ല മിസ്സേ, ലെസൺ പ്ലാൻ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല, ഭയങ്കര ടെൻഷനാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ക്ലാസ് വെച്ചത്. ഇപ്പൊ ഞാൻ 2 ലെസൺ പ്ലാൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എനിക്കിത് സാധനം മനസ്സിലായി വായിച്ചപ്പോ. പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അതായത് നുസ്രത്ത് മാമിന്റെ അതെന്ന് വെച്ചാ, ഞാൻ ക്ലാസ്സിലോട്ട് കേറി, പിള്ളേർ എഴുന്നേറ്റു, ഞാൻ ഗ്രീറ്റ് ചെയ്തു, പിള്ളേർ എഴുന്നേറ്റ് എന്നെ ഗ്രീറ്റ് ചെയ്തു. അത്രയൊന്നും ലെസൺ പ്ലാനിന്റെ ആവശ്യമില്ലാന്ന് എനിക്കറിയാം. അപ്പം അറിയാത്ത ആളുകള് അന്ന് മിസ്സേ നമുക്ക് ക്ലാസ് എടുത്ത സമയത്ത് നമുക്ക് ലെസൺ പ്ലാൻ പഠിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ടീച്ചിങ് മാനുവൽ പഠിക്കണം എന്ന് പറഞ്ഞു, നമ്മൾ പഠിക്കാന്നും പറഞ്ഞല്ലോ. അപ്പൊ ഈ ടീച്ചിങ് മാനുവൽ കുറിച്ച് കുറെ അധികം പഠിക്കാണ്ട് മക്കളെ അങ്ങ് വിട്ടുതരാ എന്നും പറഞ്ഞ് നമ്മളവിടെ ക്ലാസ് നിർത്തിയല്ലോ. അതിന്റെ പിറ്റേതാണ് നുസ്രത്ത് മാം വന്നിട്ട് പിന്നെ ലെസൺ പ്ലാൻ നിങ്ങൾ എഴുതിയില്ലേന്ന് ചോദിച്ചിട്ട് 52 പേജ് വിട്ടെന്നപ്പോ ഇത് ഇത്ര ബോധവും പോയി. നുസ്രത്ത് മാമിന്റെ വിചാരം ഞങ്ങളെല്ലാം പഠിച്ചിട്ടിരിക്കുവാന്നാ. നിങ്ങൾക്ക് ഇതായിട്ട് പറഞ്ഞു തന്നില്ലേ? ഇപ്പൊ ഞങ്ങൾ സമാധാനമായി.
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പറയുന്നതാണ്, അധ്യാപിക ക്ലാസ്സിലേക്ക് ചെന്നു, ടീച്ചർ എൻ്റർ ദ ക്ലാസ്, അല്ലെ, കുട്ടികൾ എന്ത് ചെയ്തു, നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു, അല്ലെ, കുട്ടികളോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ കുട്ടികളെ എന്ത് ചെയ്തു, ഒന്ന് വാമപ്പ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ കുട്ടികളെ നമ്മുടെ ടോപ്പിക് ബേസ് ഒന്നല്ല, ജസ്റ്റ് കുട്ടികൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒന്ന് എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു. ഇതൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ ലെസൺ പ്ലാനിൽ എഴുതൂല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചർ എൻ്റെ ക്ലാസ്, അല്ലെ, കുട്ടികൾ എന്ത് ചെയ്തു, വിഷ് ചെയ്തു, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതാന്നല്ലാണ്ട് മൊത്തത്തിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി എഴുതിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ഞാൻ എഴുതാറുണ്ട്. ക്ലാസ്സിലോട്ട് സ്മൈലി ഫേസുമായിട്ട് കയറി ചെന്നു, മക്കള് സ്റ്റുഡൻസ് ഇങ്ങനെ ഹായ് പറഞ്ഞു എന്നൊക്കെ, അതൊക്കെ അതിനകത്തിട്ട് അറിയത്തില്ല. അതുകൊണ്ട് മൊത്തം അങ്ങ് എഴുതി വെക്കും. നിങ്ങൾ അത് മനസ്സിലാക്കുക. മൊത്തം ഡീറ്റെയിൽ ഇട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതൊക്കെ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. മിസ് പറഞ്ഞപ്പോ സിമ്പിളാ, കുറച്ചേ ഉള്ളൂ. അതെനിക്ക് അറിയാം. അതുകൊണ്ടാണ് മിസ് തന്നെ പറയുന്നത്. മിസ് ആവുമ്പോൾ കുറച്ച് സിമ്പിളാ. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ലെസൺ പ്ലാൻ എഴുതുമ്പോ നമ്മൾ ജസ്റ്റ് മൊത്തത്തിലൊന്നും എഴുതൂല. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, ടീച്ചർ നല്ല സ്മൈലി ഫേസുമായി ക്ലാസ്സിലേക്ക് കയറി ചെന്നു, അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിലേക്ക് നല്ല സ്മൈലി ഫേസുമായി ചിരിക്കുന്ന മുഖത്തോടു കൂടി അധ്യാപിക ക്ലാസ്സിലേക്ക് വന്നു. അന്ന് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വേണമെങ്കിൽ അവിടെ കൊടുക്കാന്ന് മാത്രമല്ല, അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അധ്യാപിക ക്ലാസ്സിലേക്ക് കയറി, അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു, ഗുഡ് മോർണിംഗ് പറഞ്ഞു, അല്ലെ, അപ്പൊ കുട്ടികളോട് ഇന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു, അല്ലെങ്കിൽ കുട്ടികളെ പിന്നെ എന്താ പറയാ, ഒരു പാട്ട് പാടി കൊടുത്ത് കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യമുണ്ടല്ലോ മിസ്സേ, വേറൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. കാര്യം നമുക്ക് നാളെ സ്കൂളിൽ ഡയറക്ടർ ജോലി കിട്ടുമ്പോൾ ഓരോ സ്കൂളിനും ഓരോ മോഡലായി ലെസൺ പ്ലാൻ. എല്ലാ സ്കൂളിനും ഒരുപോലാണെന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ അതിൻ്റെ അടുത്ത് വന്നാൽ അത് ചോദിച്ചിട്ടേ ഫില്ല് ചെയ്ത് കൊടുക്കാവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അത് കൂടുതൽ ഇതൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഒന്നോ രണ്ടോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ഇപ്പൊ ടോപ്പിക്കിനാണ് ചിലപ്പോൾ അവര് ടോപ്പിക്കിന് പകരം വേറെ എന്തെങ്കിലും ഒരു വേർഡ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുക. അപ്പൊ ടോപ്പിക്കാണത്, അത് മനസ്സിലാക്കുക. അത് ഓരോ ടൈപ്പ്, ഓരോ സ്കൂളിനും ഓരോ ഫോർമാറ്റ് ഉണ്ട് ലെസൺ പ്ലാൻ. ഇപ്പൊ ഫാസിലെ പോയ സ്കൂളിന്റെ ഫോർമാറ്റ് ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. അപ്പൊ ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഞാനിത് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ അത് ആഡ് ചെയ്യാതെ നിൽക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അധ്യാപിക ക്ലാസ് റൂമിലേക്കത്തേക്ക് പ്രവേശിക്കുന്നു, കുട്ടികൾ ഗുഡ് മോർണിംഗ് പറയുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, കുട്ടികളെ എന്താ പറയാ, കുട്ടികളെ കുറിച്ച് എന്ത് ചെയ്യാണ്, അധ്യാപിക കുട്ടികളോട് എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് പാട്ട് പാടി കൊടുക്കുന്നു, കുട്ടികൾ പാട്ട് എന്ത് ചെയ്യുന്നു, പാടുന്നു, അല്ലെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് എഴുതാം. ജസ്റ്റ് പോയിന്റ് ആക്കിയിട്ട്, അങ്ങനെ അങ്ങനെ വാരി വലിച്ച് വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോയിന്റ്സ് ആയിട്ട് താഴെ എഴുതാം. നമുക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അധ്യാപിക പറഞ്ഞപ്പോ കുട്ടികൾ ഇന്നത് റെസ്പോണ്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം. അത് റെസ്പോൺസ് കോളത്തിലല്ല നമ്മൾ കൊടുക്കുക. വേറെ ഡൗട്ട് ചോദിക്കട്ടെ മിസ്റ്റർ, മിസ് ഇപ്പൊ വിടുന്ന പിന്നെ ലെസൺ പ്ലാനിനകത്ത് ലൈനും ഒക്കെ വരച്ചിട്ടല്ലേ ഇപ്പൊ വിടുക. പിന്നെ ഇതില് ഇവല് വിട്ടത് വേറെ മോഡലല്ലേ, ഓരോരുത്തർക്ക് ഓരോ പാറ്റേൺ ആയിരിക്കുമല്ലോ ലൈനും കാര്യമൊക്കെ. അപ്പൊ മിസ് വിട്ടതാണ് നമ്മൾ എഴുതാൻ താല്പര്യം വെച്ചെങ്കിൽ അതേപോലെ ലൈനും കാര്യമൊക്കെ വരച്ചാൽ പോരെ, അല്ലാതെ ഇപ്പൊ ഓരോന്നിനും സെപ്പറേറ്റ് അങ്ങനെ ചെയ്യണ്ടല്ലോ. അല്ലടാ, ഞാൻ വരച്ചത്, ഞാൻ തന്ന്, അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാൻ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഇത് ഫസ്റ്റത്തെ എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ പാർട്ടും, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, കണ്ടന്റ്, ഇവാലുവേഷൻ, ടീച്ചിങ് എയ്ഡ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനോട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന സാധനം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, അതും ഇതും കൂടി എന്ത് ചെയ്യാ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള വേ ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഷോർട്ട് ആയിട്ട് എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? ഷോർട്ട് ആയിട്ട് എഴുതുക. ഒരുപാട് വെച്ച് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് കഴിഞ്ഞാലും അതിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ അച്ചടിച്ച പോലെ ഒന്നും നമ്മൾ ക്ലാസ്സിൽ പോയി പറയൂല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതെ, ഒരു ലെസൺ പ്ലാൻ കഴിയുന്നുണ്ട്, പക്ഷെ മൂന്ന് രൂപത്തിലാണ്. അതില് ഇതിങ്ങനെ ബോക്സും കാര്യമൊക്കെ വരച്ചതാ ചോദിച്ചത്. പല ടൈപ്പ് ലെസൺ പ്ലാൻ ആണ്. ഓരോ മോഡൽ ആയിക്കോട്ടെ, ഈ പേരുകളിൽ വേറെ പാറ്റേണും ആണല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്, ഏത് പാറ്റേൺ നമ്മൾ വരയ്ക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമല്ലോ. നിങ്ങൾക്ക് ഏതാ സിമ്പിള് അത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്യില്ല. ഷഹനാമിസിന്റെ കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നിയത് മറ്റേനെ കാട്ടി. അപ്പൊ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത്, കൂടുതലും ഷഹനാമിസിന്റെ റിലേറ്റ് ചെയ്തല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അത് തന്നെ എഴുതാനാണ് ഞാൻ വിചാരിക്കുന്നത്. മിസ്സിന്റെ കയ്യിലുള്ള ലെസൺ പ്ലാൻ മിസ് ഗ്രൂപ്പിൽ വിടണേ.
ഞാൻ എഴുതി വെച്ചാല് ആകെ ഉള്ളത് എന്താ വെച്ചാൽ ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഒബ്ജക്റ്റീവ്സ്, കണ്ടന്റ്, ഇവാലുവേഷൻ, ടീച്ചിങ് എയ്ഡ്സ്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. ഞങ്ങള് ഓക്കെ, ബാക്കി ഷാനാമിസിന്റെ ടോപ്പിക് വെച്ച് മിസ് പറഞ്ഞു തന്നു, മിസ് എഴുതി വെച്ചിട്ടില്ലെന്ന് മനസ്സിലായോ? അപ്പൊ ഞാനത് പറഞ്ഞത് ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫ്രണ്ടിലത്തെ പേജ് മാത്രം ഇട്ടാ മതി മിസ്സേ, ബാക്കിയെല്ലാം മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായില്ലേ? അയച്ചു തരുന്ന ടെൻഷൻ അടിക്കണ്ട. മനസ്സിലായില്ലല്ലോ. ഓക്കെ, പിന്നെ ചോദിക്കട്ടെ, ഷേനാസ് ഇപ്പൊ ഇന്നലെ മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ ഇന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോഴാണ് ഈ സാധനം എന്താന്ന് ഒന്നും കൂടി തറവായത്. എനിക്ക് അത്യാവശ്യം അറിയായിരുന്നു, എന്നാലും ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ അവിടെ ഇവിടെ ഉണ്ടായി. ഇപ്പൊ തറവായി. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മലയാളത്തിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ മലയാളം സബ്ജക്റ്റാ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് എഴുതുമ്പോഴത്തേക്കും മലയാളത്തിൽ എഴുതണോ? മലയാളത്തിൽ എഴുതണം. മലയാളം മാതൃഭാഷ മലയാളത്തിൽ എഴുതുക, വേറെ ഭാഷയിൽ എഴുതാൻ പറ്റുമോ? അല്ല, ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാവുള്ളൂ എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതൃഭാഷ ആദ്യം ബഹുമാനിക്കും. മാതൃഭാഷ ആദ്യം ബഹുമാനിക്കും. മാതൃഭാഷ ഞാൻ മലയാളം പഠിച്ചില്ല, എനിക്ക് മലയാളം ഇഷ്ടം, മലയാളം എളുപ്പം. നീ 2 ക്ലാസ് മാതൃഭാഷ ഞാൻ BA മലയാളം പഠിച്ചത്. അപ്പൊ ഹിന്ദിയിൽ, അപ്പൊ ജാസ്മിന്റെ ഡൗട്ട് മിസ്, ഹിന്ദി എടുക്കണോ ഹിന്ദിയിൽ എഴുതണോന്ന്. അതാ ഞാൻ ചോദിച്ചത്, ഹിന്ദിയിൽ എഴുതണോ? ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതിന് LKG UKG ഒന്നും ഹിന്ദിയുണ്ട്, ഹിന്ദിയുണ്ട്. ഇവര് പോകുന്ന കുഴപ്പമില്ല, പക്ഷെ വലിയ സിലബസിലുണ്ട്, ബ്രിട്ടീഷ് സിലബസിലൊക്കെ ഉണ്ട്. CBSE ഹിന്ദി ഉണ്ട്, LKG UKG CBSE ഉണ്ട്. നിനക്ക് പറ്റാത്ത വിഷയം നിനക്ക് പറ്റത്തില്ല എന്ന് പറയാൻ അങ്ങനെ മിസ് പറഞ്ഞിട്ടുണ്ട് ഷാന മാം. നിസ്രത്ത് മാമിനോട് പറഞ്ഞാൽ മതി കേട്ടാ. ഞാനിപ്പോ കഴിഞ്ഞ വർഷം ഗവൺമെന്റ് സ്കൂളിലാണ് ഒരു വർഷം വർക്ക് ചെയ്ത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ നമുക്ക് UP എടുക്കുമ്പോൾ BEd കഴിഞ്ഞതിനെ കൊണ്ട് PG BEd അതിനെ കൊണ്ട് UP കഴിഞ്ഞാല് UP ആണ് നമുക്ക് അവിടെ തരുന്ന ക്ലാസ് എങ്കിൽ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയാണ് UP. അവിടെ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ സ്പെസിഫൈ ചെയ്ത സബ്ജക്ട്, ഞാനിപ്പോ സോഷ്യൽ സയൻസ് ആണ് സ്പെസിഫൈ ചെയ്തതെങ്കിൽ അവിടെ നമ്മൾ ഹൈസ്കൂളിലേക്കാണ് നമ്മൾ ക്ലാസ് എടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് ഹൈസ്കൂളിൽ നമ്മൾ പഠിപ്പിക്കാം. പക്ഷെ UP ക്ലാസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സബ്ജക്റ്റും നമ്മൾ പഠിപ്പിച്ചോളണം എന്നാണ്. അപ്പൊ UP ക്ലാസ് ആകുമ്പോൾ എന്നോട് അവിടുന്ന് ചോദിച്ചു, മാത്സ് എടുക്കാൻ പറ്റുമോ, ഇംഗ്ലീഷ് എടുക്കാൻ പറ്റുമോ, സോഷ്യൽ എടുക്കാൻ പറ്റുമോ, മലയാളം എടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സോഷ്യൽ എടുക്കാം, ഇംഗ്ലീഷ് എടുക്കാം, മലയാളം എടുക്കാം, ഇതൊക്കെ ഞാൻ എടുക്കാം, പക്ഷെ മാത്സ് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. മാത്സ് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ഏത് ഞാൻ എടുക്കും, ഇംഗ്ലീഷും മലയാളവും സോഷ്യൽ സയൻസും ഒക്കെ ഞാൻ എടുക്കും, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ എടുക്കും, പക്ഷെ എനിക്ക് മാത്സ് പറ്റില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ തന്നെ, സോഷ്യലും ഉണ്ടേനി, ഇംഗ്ലീഷും ഉണ്ടേനി, മലയാളം ഉണ്ടേനി. എങ്ങനെയുണ്ട്? അതാണ്. അപ്പൊ നമുക്ക് പറ്റാത്തത് നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയാ, എനിക്കിത് തീരെ അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പ്രശ്നം? അവിടെ ഒരു പ്രോബ്ലം ഇല്ല. അല്ല, പറയണമെന്ന് തന്നെ ഞങ്ങളുടെ ഷാനാമ പറഞ്ഞിട്ടുണ്ട്, പറയണമെന്ന് അങ്ങനെ പറയണം. അഥവാ പേരന്റ് അക്സെപ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ കുട്ടിയെ മാറ്റിത്തരും, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്. അതാണ്. അപ്പൊ നമുക്ക് അറിയാത്തത് ഹിന്ദിക്ക് ആണെങ്കിലേ പെട്ടുപോകുമ്പള് മാത്സ് ഹിന്ദിയൊക്കെ നമ്മൾ ഓക്കെ ക്ലിയർ ആയില്ലേ? ഇപ്പൊ താങ്ക് യു ഫോർ മിസ്സിന്റെ കയ്യിലുള്ള മറന്നു ആണ്ട് ഗ്രൂപ്പിലുള്ള കൊടുത്തേക്കണം മിസ്സേ, കൈയോടെ ഞങ്ങൾക്ക് അയച്ചു. ഈ പെണ്ണിന് സമാധാനം ഇല്ല. അതൊക്കെ ജാസ്മിൻ പറയും, ജാസ്മിൻ ഇപ്പൊ ടെൻഷൻ ആളാണ്, അതും കൂടെ വേറുള്ള തലയിലിട്ടാലേ. എന്നാലും അത്യാവശ്യം ടീച്ചിങ് മാനുവൽ എന്താണെന്നറിയാം, നിങ്ങളുടെ കണക്കല്ല. എനിക്ക് ഞാൻ തന്നെ പറഞ്ഞില്ല, എനിക്കറിയത് എങ്ങനെ മിസ് പറഞ്ഞപ്പോ സംഗതികളൊക്കെ ക്ലിയർ ആയി, എല്ലാ പോയിന്റ്സും മനസ്സിലായി. ഒന്ന് എഴുതിയ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഒന്ന് എഴുതാൻ എന്തായാലും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഓക്കെ ആയിക്കോളൂ. ഞാനപ്പോ ഈ 1.5 മണിക്കൂർ എടുത്തത് ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെ? ഞങ്ങൾക്ക് എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഏതായാലും മിസ് ഇത് നന്നേക്കൊണ്ട്. മിസ് വരുമോന്നൊരു കൺഫ്യൂഷൻ പല ആളുകൾക്കും ഉണ്ടായിരുന്നു, എന്റെ അടുത്ത് ചോദിക്കുന്നത്. മിസ് ഇന്ന് ക്ലാസ് എടുത്തു, അതാ മിസ് മറന്നുപോവോ, എന്തൊക്കെ മെസ്സേജ് വന്നെന്നറിയാം. ഞാൻ പറഞ്ഞു മിസ്സിനെ വിളിക്കാൻ, മിസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സമാധാനപ്പെട്, എന്തെങ്കിലും സമയം ഇനിയും ഉണ്ടല്ലോ, മിസ് എപ്പോഴെങ്കിലും ഗ്രൂപ്പിൽ ലിങ്ക് ഇടുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം. ലാസ്റ്റ് ഒരാളുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ വിളിച്ചത് മിസ്സിനെ. അതിനുശേഷം മിസ് ലിങ്ക് ഗ്രൂപ്പിലിട്ട്. ഞാനേ ഒരു 5:30 ആവുമ്പോ 5:30-5 മണിക്ക് ആവുമ്പോ താഹിറ മിസ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നോടേക്ക് മെസ്സേജ് അയച്ചു ആദ്യം.
ഇന്ന് ഏതെങ്കിലും ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾക്ക് എനിക്ക് ഡെയിലി ക്ലാസ് ഉണ്ടെന്ന്. അപ്പൊ ഞാന് അപ്പൊ 4-5 ദിവസമായിട്ട് എനിക്ക് ഈ തൊണ്ടയുടെ പ്രോബ്ലം ആയ കാരണം ഞാൻ ചുമയും തൊണ്ടയുടെ പ്രോബ്ലം ആയ കാരണം ഞാൻ എടുത്തിട്ടില്ല 4 ദിവസമായി. അപ്പൊ ഓരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് പേഴ്സണലി അയക്കുന്നുണ്ട്. അപ്പം ചിലപ്പോ തായറാമിക്സിന് മെസ്സേജ് വരുന്നുണ്ടാവാം. അപ്പൊ തായറാമിക്സ് എനിക്ക് മെസ്സേജ് അയച്ചു, ടീച്ചർ എന്നെ ഏതെങ്കിലും ക്ലാസ് വെച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ലിങ്ക് ഇതാക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അപ്പൊ ഞാൻ ആ മെസ്സേജ് കണ്ടു, എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭമായിരുന്നു. അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്തില്ല. പിന്നെ ഞാനൊരു 4 മണി 4:30 ആവുന്ന സമയത്ത് 5 മണിയുടെ മുന്നേയായിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ ഏത് സർട്ടിഫിക്കറ്റ് ബാച്ചിനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതല്ല, നമ്മുടെ ഇന്നലെ ഞാൻ എടുത്ത ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാ. ഞാൻ പറഞ്ഞു ഇന്നലെ എടുത്ത ബാച്ചിനാണ് അവർക്ക് എന്റെ ഇന്ന് ക്ലാസ് എന്ന് ചോദിച്ചിനോട്. ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അവർക്ക് ടീച്ചിങ് പ്രാക്ടീസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ മിസ്, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പൊ പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. ഞാൻ പിന്നെ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതുമാണ് ഇന്ന് 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ പറയാതിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നെ സഹിച്ചതിന് മിസ് മെഡിസിൻ ഒന്നും എടുത്തില്ലേ ചുമക്ക്? എടുത്തിട്ടാ നല്ല മാറ്റുണ്ട്. എനിക്ക് ചുമന്റെ മരുന്ന് കുടിക്കുന്ന അത്ര ഇഷ്ടമല്ല. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. മിസ് ചുമക്ക് ഞാൻ ഒരു റെമഡി പറഞ്ഞുതരാം. ഞാൻ ചുമ വരുമ്പോ ചെയ്യുന്നതാണ് മിസ് ഫുഡ് ഒന്നും കഴിക്കരുത്. മീൻസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം കഴിച്ചിട്ട് മരുന്ന് പെട്ടെന്ന് മാറും. ഈ ദഹിക്കാനുള്ളതായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പം ചുമ ഇൻക്രീസ് ആകത്തുള്ളൂ. മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, പെട്ടെന്നൊന്നും കുറയത്തില്ല. 3 നേരം മിസ് എന്തെങ്കിലും സാലഡോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട്, ഞാൻ പൊതുവെ ഹോമിയോ ആണ്. അല്ല ഈ വീട്ടിലൊരു സംഭവം ഉണ്ട്, മഞ്ഞപ്പൊടി മിസ്സിന്റെ വീട്ടിലുണ്ടോ അറിയാം. മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടേ ആ വെള്ളം കുടിച്ചാൽ മതി. 3 നേരം ഇച്ചിരിച്ച് കുടിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞൊക്കെ ചെയ്താൽ ഞാൻ വേറൊരു മരുന്നും എടുക്കത്തില്ല. ഞാൻ ഈ സാധനം കൂടെ ചുമ മാറ്റുന്നു. പക്ഷെ ഈ 3 നേരം കഴിക്കുന്ന ഫുഡ് ലൈറ്റ് ഫുഡ് ആയിരിക്കണം. കാരണം ദഹനമാണ് മെയിൻ പ്രശ്നം ഈ ചുമക്ക്. ചൂടുവെള്ളത്തിൽ കുറച്ച് ലൈം ജ്യൂസ് ഇട്ട് കുടിച്ചാലും മതി, ചെറിയൊരു ആശ്വാസം കിട്ടും. എന്തൊക്കെയാലും ഈ ഫുഡിൽ ഇരിക്കുന്ന ഒരു വലിയ കാര്യമാണ് ചുമക്ക്. ഫുഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതോടും ചുമ കുറയത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോഫി ഉണ്ടാക്കി കുടിക്കുക, ജസ്റ്റ് ചുക്ക് കാപ്പി പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട്. കോഫി അലർജിന്റെ ഏറ്റവും വലിയ സാധന. കോഫി കുടിക്കാൻ പാടില്ല. കോഫി കുടിച്ചാലും അല്ല, ഞാൻ പറഞ്ഞ എന്തൊക്കെയാലും മിസ് ചെയ്തു. കാര്യം ഏതെങ്കിലും ഒരു നേരം ഫുഡ് കഴിച്ചോ, ബാക്കി 2 നേരം പ്രത്യേകിച്ചും കിടക്കുന്നതിന് മുമ്പ് മിസ് ഒരിക്കലും കാപ്പി ചോറോ അപ്പോ ഒന്നും കഴിക്കാതെ എന്തെങ്കിലും സാലഡ് ഉണ്ടാക്കി കഴിക്കണം. ലൈറ്റ് ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് കുറയും. അന്നത്തെ ക്ലാസ് കഴിഞ്ഞില്ലേ? താങ്ക് യു മിസ്സിന് നന്ദി. ഇന്ന് ലോങ് ക്ലാസ് ആണ്, 1.5 മണിക്കൂർ കഴിഞ്ഞ്. 1.5 മണിക്കൂർ. താങ്ക് യു സോ മച്ച് മിസ്. ഞങ്ങളെ പരിഗണിച്ച് ക്ലാസ് എടുത്തതിന് 25 ദിവസം തന്നെ. ഇനിയിപ്പോ അത്രയും ദിവസം കഴിയട്ടെ മിസ്സിനെ കാണണമെങ്കിൽ. ഇല്ല, മിസ്സിന്റെ ക്ലാസ് കാണുമല്ലോ ഇല്ല ശനിയാഴ്ച. നിങ്ങൾ എന്തായാലും നന്നായിട്ട് ചെയ്യാ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു മാം, താങ്ക് യു. അല്ല, സാറ്റർഡേ നമ്മളോട് സൺഡേ മാത്രം ഒഴിവാക്കാനാ പറഞ്ഞത്. സാറ്റർഡേ വരെ ക്ലാസ് എടുക്കാനല്ലേ പറഞ്ഞത്. സാറ്റർഡേയും ഓൺലൈൻ ക്ലാസ് ഉള്ളവരാണെങ്കിൽ മിസ്സിന്റെ ക്ലാസ് കയറാൻ പറ്റൂലല്ലോ. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ അയാദിയുടെ ക്ലാസ് ഇതിന്റെയോടൊപ്പം പോവോ അതാ ഞങ്ങൾക്ക് ഈ ഓൺലൈൻ ഇത് മാത്രമേ കാണത്തുള്ളൂ? നോക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ കേട്ടോ മാമിനോട്. ചില കുട്ടികൾക്ക് മിസ്സിന്റെ ടൈം ആയിരിക്കും പറ്റുന്നത്. ഞങ്ങൾ ഈ പേരൻസിന്റെ സൗകര്യം വെച്ചല്ലേ എടുക്കുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എന്റെ ടൈം മിസ്സിന്റെ ടൈം ആണ്. പക്ഷെ ചില കുട്ടികൾക്ക് 8 to 9 ആയിരിക്കും ചിലപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് ചോദിച്ചിരുന്നു. ഞങ്ങൾക്കൊന്ന് മെസ്സേജ് ഇടാൻ പറയണം തായറ മാമിനോട്, അഥവാ ഇല്ലെങ്കില്. പിന്നെന്താന്നറിയോ, നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ എടുക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനോ എഴുതാനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഗുണപ്പെടും. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് എന്തെങ്കിലും മിസ് വേണമെങ്കിൽ പറഞ്ഞു തരികയും ചെയ്യും. ഇനി അഥവാ ഞങ്ങളെ കണ്ടില്ല മിസ് മറന്നുകൊണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒക്കെ ചെയ്യാം. ശരി, മിസ്സിനെ ഉറങ്ങാൻ സമയമായി കാണും. ചുമ്മാ സമാധാനായി. അപ്പൊ ഒരു സമാധാനം. മിസ്സിന് വാട്സാപ്പിൽ മെസ്സേജ് മിസ് കോൾ ഇട്ടാ മതിയല്ലോ. മിസ് ഇങ്ങനെ പറഞ്ഞ പടപടാ വരും കേട്ടാ, ഞാൻ ആദ്യമേ പറഞ്ഞു. ഓക്കെ, എന്നാ ശരിടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു മിസ്. ഓക്കെ ഓക്കെ.